ഞാൻ നുണച്ചിയാണ്, കള്ളിയാണ്, ഇവർക്ക് നാണമില്ല, ദാരിദ്ര്യം പറഞ്ഞ് ജീവിക്കാൻ, ഇവള് കുഞ്ഞുങ്ങളെ കാണിച്ചാണ് ജീവിക്കുന്നത്, കാശുണ്ടാക്കുന്നത്, അങ്ങനെയൊക്കെ പറയുന്നത് വിഷമം. ഞാനീ പറഞ്ഞ ത്രേസ്യം അനിത എന്നൊക്കെ പറഞ്ഞ കുറച്ച് ടീം തിരുവഞ്ചൂരുള്ള കുറച്ച് ആൾക്കാർ കമന്റ് ഇട്ടേക്കുന്നു, നീ നുണച്ചിയേറ്റിട്ട് നിന്റെ അമ്മയ്ക്ക് നീ വെള്ളം കൊടുത്തിട്ടുണ്ടോ. പക്ഷെ എൻ്റെ അമ്മച്ചിനെ ഞാൻ പൊന്നു വെള്ളം നോക്കിയിട്ടുണ്ട്. സ്കൂളിലൊക്കെ പോകുമ്പോൾ ഫ്രണ്ട്സ് എന്താ പറയാറുള്ളത്? വീട്ടിലോട്ട് ഞാൻ വീട്ടിലോട്ട് വരട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറയും വേണ്ട അവിടെ മൊത്തം ചെളിയാണ്, നിങ്ങൾ വന്നാൽ ശരിയാവില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒഴിവാക്കി. അപ്പം എൻ്റെയും കുഞ്ചിൻ്റെയൊക്കെ ഒരു വലിയ ആഗ്രഹമാണ് ഒരു വീട് വേണം. അപ്പം അതൊന്ന് ശരിയാക്കി ശരിയാണ്. ഇത്രയൊക്കെ എത്തി. ശരിക്കും ഉള്ളിൽ ഇങ്ങനെ എന്തിനാ ചേച്ചി ഇങ്ങനെ എല്ലാം ഇങ്ങനെ അടക്കി പിടിക്കുന്നത് എന്തിനാ? ശരിക്കും പൊട്ടിക്കരയാനൊക്കെ എനിക്കറിയാം, പക്ഷെ ഞാൻ അങ്ങനെ നാലിടത്തും കാണിക്കത്തില്ല. കരയണമെന്ന് തോന്നിയാൽ ഞാൻ ഒറ്റയ്ക്ക് പാവിട്ട് ഇവിടെ ചേട്ടായി വരും മാത്രം. ഒരാളുടെ മുന്നിൽ ഞാൻ ഇന്നുവരെ എനിക്ക് പട്ടിണിയാണ്, ദുരിതമാണ്, കഷ്ടപ്പാടാണ്, എനിക്ക് എന്തെങ്കിലും തരണേന്ന് പറഞ്ഞാൽ ഇന്നൊരു കഴിഞ്ഞു. കാരണം ചെറുപ്പത്തിൽ കൈ നീട്ടിയിട്ടുണ്ട്. പൈസയാണ്, അല്ലാതെ നിറവും ഗുണമൊന്നും ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പൈസ ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ ആരുടെ മുന്നിലും വിലയുണ്ട്. പക്ഷെ ആ അവഗണന, അതാണ് ഞാനൊന്നുകൂടെ നിൽക്കാൻ കാരണം അവരൊന്ന് അവഗണിച്ചുകൊണ്ടാണ് എനിക്ക് കുതിക്കണം എന്നുള്ളൊരു ലക്ഷ്യമുണ്ടായത്. എൻ്റെ ചേട്ടായിനെ കയറിക്കിടക്കാൻ ആരുടെയും കാൽച്ചൂട്ടി വിടാതെ കയറിക്കിടക്കാൻ ഒരു വീട് വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അവരെന്നെ ചേർത്ത് നിർത്താതെങ്കിൽ ഇങ്ങനെയൊന്നും വരത്തില്ല. അവരെന്നെ എത്ര വെറുത്തോ അത്ര അധികം ഞാൻ ലക്ഷ്യത്തിലൂടെ എത്താൻ എനിക്ക്. ഞാനാണ് ഇയാളെങ്ങനെ ആക്കിയത്. ഇയാൾ വരെ പരിപാടി എല്ലാത്തും കൂടെ നിൽക്കും. അങ്ങനെ ഇപ്പോൾ പരിപാടിക്ക് പോകുമ്പോൾ എല്ലാത്തിനും കൂടെ ഉണ്ടാവും. ചിലപ്പോൾ ചേട്ടാ തന്നെ സ്വീകരിച്ചില്ലായിരുന്നു, കല്യാണം കഴിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ എവിടെ എത്തുമെന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഒത്തിരി കടപ്പാട് സ്നേഹമുണ്ട് ചേട്ടാ. എൻ്റെ അമ്മ ഈ ലോകത്തിലൊരു പോരാളിയായിരുന്നു. കാരണം അമ്മച്ചിയെ പോലെ അമ്മച്ചി മാത്രമേ ഉള്ളൂ. ഞാൻ പല പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട് എൻ്റെ അമ്മ ആ സിറ്റുവേഷനുകളൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്ത് കാണും. അഭിമാനിച്ചിട്ടുണ്ട്, അങ്ങനെ ഒരു അമ്മയുടെ മകളായി ജനിക്കാൻ പറ്റില്ല. പ്രസവിച്ചിട്ട് കുളിപ്പിക്കുക പോലും ചെയ്യാതെ 7-8 ദിവസം അമ്മനെ കുളിപ്പിക്കാൻ പറ്റാതെ കിടന്ന് അമ്മ വീട്ടിൽ കിടന്ന പ്രശ്നം. ആ ചീഞ്ഞ് മണത്ത് ജീവിച്ച ഒരാളുണ്ട്, പുഴുത്ത് ജീവിച്ച ഒരാളുണ്ട്. ഞങ്ങൾക്കൊന്നും ഒരു ഉടുക്ക തുണി പോലും ഇല്ലാതെ അമ്മ ഇങ്ങനെ അരുന്തുണി പൊതിഞ്ഞ് കട്ടക്കൊരാൾ കൂടെ നിൽക്കുന്നതല്ല അവിടെ പ്രശ്നം, സാമ്പത്തികം. അതായിരുന്നു അവിടെ വേണ്ടത്. ആ സാമ്പത്തികം ഇല്ലാത്തതിൻ്റെ പേര് ഞാൻ ഒത്തിരി കുത്തുവാക്ക് കേട്ടു. കലാഭവമണി ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഇന്ന് സുതിമുള ചേർത്ത് പിടിക്കുമായിരുന്നു, അവൾക്കൊരു ജീവിതം ഉണ്ടാകുമായിരുന്നു, അവൾക്കൊരു വീട് പണ്ടേക്ക് പണ്ടേ ആകുമായിരുന്നു എന്നൊരു കമന്റ് ഉണ്ട്. ശരിയായിരിക്കണം. ഞാൻ ഭയങ്കര ഫാനാണ് പുള്ളിയുടെ. അപ്പോൾ എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇത്ര ഉയരത്തിൽ ചെന്നാലും വന്ന കഷ്ടപ്പാട് പറയുന്ന ഒരാള് കലാഭവമണിയാണ്, അതിനുശേഷം സുതിമോളാണ്. സങ്കടം വന്ന് ഞങ്ങളെ ഇങ്ങനെയുള്ള നോക്കിയില്ല എന്നൊക്കെ ഓർത്ത് ഇവരന്ന് ഫ്ലോറിൽ നിന്ന് കരയുണ്ട്. ഞാനിതെല്ലാം പറയുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്നില്ല, ഞാൻ വെച്ചലക്കിക്കൊണ്ടിരിക്കണം, ഞാൻ ഇവരെ ഒന്നും കാണുന്നില്ല കരയുന്നതൊന്നും. പക്ഷേ ടെലികാസ്റ്റ് വന്നപ്പോഴാണ് ഇവർ അവിടെ ഇങ്ങനെ വാഴ വിട്ട് കരയുന്നത്. അത് അതിൻ്റെ കടിയിൽ ഒത്തിരി ആൾക്കാർ നാണ ഇവരുടെ കടപ്പ രഹസ്യം കേൾക്കുമെന്ന് പറയാം. കടപ്പ രഹസ്യമല്ല, ഞാനൊരു കോമഡി ആയിട്ട് തന്നെ അത് പറഞ്ഞു. സന്ധ്യയും തള്ളയില്ലാത്ത അനാഥയായ ഒരു കൊച്ചിനോട് ഇങ്ങനെ ചെയ്യരുതായിരുന്നു അവർ ചിന്തിക്കുന്ന അവർ ചിന്തിക്കുന്ന സമയം വരും, കാലം വരും. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633888575. വെൽക്കം ബാക്ക് ടു മഴവിൽ കേരളം. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് നമ്മുടെ സ്റ്റാൻഡപ്പ് കോമഡിയിലെ ഒരു രാജ്ഞിയായ നമ്മുടെ സുധി ചേച്ചിയുടെ കൂടെയാണ്. സുധി ചേച്ചിയുടെ ഫാമിലിയുടെയും കൂടെയാണ് ഞാനുള്ളത്. അപ്പം ചേച്ചി ഹായ്. ഇപ്പോഴത്തെ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? വിശേഷം സുഖമായിട്ടിരിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരു സ്റ്റാൻഡപ്പ് പോയി ചെയ്തു. ആ സ്റ്റാൻഡപ്പ് ഞാൻ കണ്ടായിരുന്നു. കുറേ നാളത്തെ സ്കിറ്റായിരുന്നു. അപ്പോൾ സാറോടെന്ന് പറഞ്ഞു സിനിമയിലൊക്കെ ഒരു അവസരം കിട്ടാൻ സുധി അഭിനയിക്കാൻ പഠിക്കണം, അപ്പോൾ സ്കിറ്റിലോട്ട് മാറാമെന്നും പറഞ്ഞിട്ട് സ്റ്റാൻഡപ്പിന് സ്കിറ്റിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ഞാൻ സ്റ്റാൻഡപ്പിലോട്ട് തന്നെ പോയി. എനിക്കതാണ് ഇച്ചിരി ഇഷ്ടം ആണ് സ്റ്റാൻഡപ്പ് ആണ്. കാരണം അത് നമ്മൾ തെറ്റിയാലും നമ്മൾ ആരെയും നോക്കണ്ട, ഉരുണ്ട് മറിഞ്ഞാൽ നമുക്ക് കയറിപ്പോകാം. സ്കിറ്റ് എന്ന് പറഞ്ഞാൽ തെറ്റിയാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അവർക്കടെ നമ്മൾ ഉരുണ്ടിട്ടൊന്നും കാര്യമില്ല, അല്ലെങ്കിൽ അതുപോലെ പിടിച്ച് കയറാൻ പറ്റിയതായിരിക്കും. പക്ഷെ അതുകൊണ്ട് ഞാൻ സ്റ്റാൻഡപ്പിലേക്ക് ഈ സ്റ്റാൻഡപ്പിലേക്ക് വരാൻ ഒരു റീസൺ ഉണ്ടല്ലോ, എങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലോ സ്റ്റാൻഡപ്പിലേക്ക് വരാൻ വേണ്ടിയിട്ട്?
കാരണം എങ്ങനെയാണ് ഈ സ്റ്റാൻഡപ്പ് കോമഡിയിലേക്ക് വന്നത്, ഒടിച്ചിരി ഇടിച്ചിരി ബമ്പറിലേക്ക് വന്നത്? അത് കാരണമൊന്നുമില്ല. ഞങ്ങളുടെ വീടിൻ്റെ അവിടെ ഒരു ഓഡീഷൻ, ഈ അന്ന് ഗ്രാമപ്രദേശങ്ങളൊക്കെ വന്ന് കാർത്തി സൂര്യ ഇങ്ങനെ സ്പോട്ട് ഓഡീഷൻ എന്ന് പറഞ്ഞൊരു സെഗ്മെൻ്റ് ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ആ സമയത്ത് വന്നതാണ്. അപ്പോൾ ഞാൻ കാർത്തി സൂര്യനെ കാണാൻ വേണ്ടി പോയതാണ്. ആ സമയത്ത് ചിലപ്പോൾ വിജിൻ എന്ന് പറയുന്നതും ബിജു എന്ന് പറയുന്ന സാറുമാർ അവർ രണ്ടുപേരും എൻ്റെ വർത്തമാനം കേട്ടിട്ട് എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു സ്റ്റാൻഡപ്പ് ഇങ്ങനെ പറയാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പിന്നെ ഞാൻ യേസ് പറഞ്ഞു. അപ്പം ഞാൻ യേസ് പറഞ്ഞത് എനിക്ക് ആദ്യം പേടിയായിരുന്നു, ഇപ്പോൾ നീ നടക്കുമോ ഇല്ലയെന്ന് അറിയില്ല, അതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞിട്ട് പോന്നു. അപ്പം ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് യേസ് പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞിട്ട് പോന്നു. അത് കഴിഞ്ഞ് പിന്നെ ഒരു 4 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ ഇടാൻ പോകേണ്ടി വിളിച്ചു. അങ്ങനെ ചേട്ടായപ്പോൾ പറഞ്ഞു ചിലപ്പോൾ നമുക്ക് രക്ഷപ്പെടാൻ ഒരു കച്ചിത്തുരുമ്പായിരിക്കും വേണ്ട, നീ ഇട്ട് നോക്ക് എന്ന് പറഞ്ഞ് ഇട്ടു. സെലക്ഷനായി, അവിടെ ചെന്ന് അങ്ങനെ ഇതൊക്കെ ആയി. ഇപ്പൊ ഒരു സെലിബ്രിറ്റി ആണ് ശരിക്കും. എന്താ പറയാനുള്ളത് മോൾക്ക്? എന്താ പറയാനുള്ളത്? അമ്മ ഒരു സെലിബ്രിറ്റി ആയി വരികയാണ്, ആയി വരികയാണെന്നല്ല ആയി. അപ്പൊ എന്താ പറയാനുള്ളത്? ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഇപ്പൊ ഈയിടെയായിട്ട് ഈ 17-ാം തീയതി ഞങ്ങളുടെ സ്കൂളിൽ ഇതാണ് സെലിബ്രേഷനാണ്. അപ്പോൾ അതിനൊക്കെ അമ്മേനെ ക്ഷണിച്ചിട്ടുണ്ട്. ഏതൊരു നടന്മാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ അമ്മയും കൂടെ ഇരിക്കണം എന്ന് അറിഞ്ഞപ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. അപ്പോൾ ഞാൻ കൂട്ടുകാരികളോട് പറഞ്ഞപ്പോൾ അവൾമാർ പറഞ്ഞു അമ്മ സെലിബ്രിറ്റി ആയില്ലേ, അപ്പോൾ അവിടേക്ക് ഇരിക്കാമല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. കഴിഞ്ഞ ദിവസം ട്യൂഷന് പോയപ്പം ഞങ്ങൾ ബസ് ഇറങ്ങി, എന്നിട്ട് ട്യൂഷനായിട്ട് ഇപ്പുറത്തോട്ട് നടന്നു വന്നപ്പോൾ ഇല്ലല്ലോ, ഒരു ചേച്ചി വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞ് ചായ കുടിച്ചാന്ന്, അമ്മേൻ്റെ വീഡിയോ ഒക്കെ കാണുകയാണ്, ചായ കുടിച്ചാന്നൊക്കെ ചോദിച്ചപ്പോൾ ഞങ്ങൾ ഇല്ലെന്ന് പറയാം. അപ്പോൾ ഈ ചേച്ചി പറഞ്ഞ് എന്നാൽ വാ നമുക്ക് ചായ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ വിളിച്ചുകൊണ്ട് പോകാനൊക്കെ ഇതാക്കിയായിരുന്നു. ഞങ്ങൾ ട്യൂഷനുണ്ടെന്നൊക്കെ പറഞ്ഞ് പോയി. അങ്ങനെയൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. ഇങ്ങനെയൊക്കെ അമ്മ സെലിബ്രിറ്റി ആയതുകൊണ്ടാണല്ലോ, അമ്മേനെ അറിയാവുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നമുക്ക് ഒരിത് കിട്ടണത്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. എന്താ ചേട്ടാ പറയാനുള്ളത്? ചേട്ടൻ ഇങ്ങനെ കേട്ടിട്ട് ഇരിക്കുക. അത് തന്നെ ഇപ്പൊ എല്ലാരും അറിയുമല്ലോ, ലോകം മുഴുക്കോടെ എന്നെ അറിയും, ഇവളുടെ ഇതിൽ തന്നെ എന്നെ അറിയണം. ആണ് ബമ്പർ ചിരിയിലേക്ക് വരാൻ എനിക്ക് തുടക്കം ചേട്ടനാണ് പറഞ്ഞത്. ചെല്ല് എന്തെങ്കിലും കച്ചിത്തുരും ശരിക്കും ആ നാക്ക് പൊന്നായില്ലേ? ഞങ്ങൾ ഉദ്ദേശം വേറെ ഒന്നുമില്ല, അവിടെ ചെല്ലണം, 5000 രൂപ അടിക്കും, അപ്പൊ അതിന് കുറച്ച് ഉടുപ്പ് മേടിക്കണം, അവളമാർക്ക് കുറച്ച് സാധനം മേടിക്കണം, അത്ര ഉദ്ദേശിച്ചുള്ളൂ. അതിന്റെ അപ്പുറത്തോടെ നമ്മൾ സ്വപ്നം പോലും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് എൻ്റെ ആദ്യത്തെ എപ്പിസോഡ് എടുത്ത് നോക്കി അറിയാൻ പറ്റും ഒരു ജീവിതത്തിൽ എന്തൊക്കെ നടക്കാനൊരു സാധ്യത ഉണ്ട്. അത് കംപ്ലീറ്റ് ഞാൻ അവിടെ വെച്ച് അലക്കിയിട്ടാണ് പോകുന്നത്. കാരണം എനിക്കറിയില്ല ഇനിയും അവിടെ തിരിച്ചൊരു പോക്കുണ്ട്, അവിടെ ഇനി ഇങ്ങനെ പറയേണ്ട വരും, ഇനി ഞാൻ ഒരു ശരീരം രണ്ടാമതൊരു പോക്കുണ്ടെന്ന് മനസ്സിൽ പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല. അപ്പോൾ ഉണ്ടായിരുന്ന മൊത്തം ഞാൻ അവിടെ പറഞ്ഞ് തീർത്തിട്ടും പോന്നു. പക്ഷേ അതിൻ്റെ തുടക്കമായിരുന്നു എൻ്റെ ജീവിതത്തിൻ്റെ ഒരു നാഴികക്കല്ലായിരുന്നു. ശരിക്കും 3 മക്കളും അല്ലേ, ചേട്ടനും അടങ്ങിയ ഒരു ലൈഫാണ് ചേച്ചിക്കുള്ളത്. 2 പേരെ കാണാത്തെന്ന് വെച്ചാൽ കുഞ്ഞത് ഭയങ്കര നിർബന്ധമായിരുന്നു. നമുക്ക് ഇവിടെ ഇരുത്താൻ പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ട് പുറത്തേക്ക് കൊണ്ടുപോയതാണ്. ഇടയ്ക്ക് നമുക്ക് ആളെയും കൂടി വരുത്തി കുറേ കാര്യങ്ങൾ ചോദിക്കാൻ. കാരണം അമ്മ ഈ നിലയിലേക്ക് എത്തിയതും അല്ലെങ്കിൽ അച്ഛൻ അമ്മ എന്നുള്ള രീതിയിലും മക്കളെന്ന രീതിയിലും നിങ്ങൾക്ക് സംസാരിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ ചേച്ചിയുടെ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ സ്കിറ്റ് മീൻസ് ഈ ഒരു സ്റ്റാൻഡപ്പ് ഒക്കെ എങ്ങനെ ഇങ്ങനെ ഓർത്തിരിക്കുന്നത്? ശരിക്കും ലൈഫിൽ നടന്ന കഥകളാണോ പ്രസന്റ് ചെയ്യുന്നത്? അതുകൊണ്ടാണ് ഓർത്തിരിക്കുന്നത്. അല്ലാതെ ഞാൻ പഠിച്ചു പറയുന്ന ഒരു സ്റ്റാൻഡപ്പ് നിങ്ങൾ എടുത്തു നോക്കി അറിയാൻ പറ്റും. 2-5 അടിച്ച ഒരു സ്റ്റാൻഡപ്പ് ഉണ്ട് എനിക്ക്. അത് ഞാൻ പഠിച്ചു പറഞ്ഞ സ്റ്റാൻഡപ്പാണ്. അത് ഞാനായിട്ട് റിയലായിട്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം എനിക്ക് എന്നെ കണ്ണിൽ കണ്ടത് എൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ പറയാനാണ് ഞാൻ നല്ല രീതിയിൽ പറയാം. അല്ലാതെ വെച്ച് കെട്ടി പറയുമ്പോൾ ഞാൻ എൻ്റെ മുഖത്ത് തന്നെ ഞാനത് കാണിക്കും, ഞാൻ പറയാൻ ചുമ്മാ കളത്തരമാണ്. അതാണ് 2-5 ആയിപ്പോയി സ്റ്റാൻഡപ്പ്. അതാണ് എൻ്റെ പ്രശ്നം. ഞാൻ എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന മിക്കതും എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന കുറച്ച് കാര്യം എല്ലാം തന്നെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ആണ്. ഇപ്പം അത് മാത്രമല്ല അതൊരു യൂട്യൂബും തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും അങ്ങനെ യൂട്യൂബിലേക്ക് എത്താൻ ഒരു കാരണം എന്തുകൊണ്ടാണ്? ഞാൻ മഴവിൽ മനോരമയുടെ അതിൽ എൻ്റെ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുമല്ലോ അവർ, ഞാൻ ചെയ്യുന്ന പ്രോഗ്രാമൊക്കെ. അപ്പോൾ അതിൻ്റെ അടി വന്ന് എൻ്റെ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എല്ലാവരും ഇങ്ങനെ കമൻറ്റ് കൊടുക്കും, സുധിമോളെ യൂട്യൂബ് ചാനൽ തുടങ്ങും, അപ്പോൾ ഞങ്ങൾ എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യാൻ ഇങ്ങനെ, അപ്പോൾ അതിൽ കൂടെ കിട്ടുന്ന വരുമാനം കൊണ്ട് നിങ്ങൾക്ക് സ്ഥലം മേടിക്കാൻ എന്നൊക്കെ പറയുമ്പോൾ അതെന്താ എങ്ങനെയാണ് തുടങ്ങേണ്ടതെന്നൊന്നും എനിക്കറിയില്ലാത്തതുകൊണ്ട് ഞാനത് വലിയ കാര്യമാക്കിയില്ല. അതിനുശേഷം കുറേ അങ്ങോട്ട് ആയിക്കഴിഞ്ഞപ്പോൾ ഒത്തിരി പേര് നിർബന്ധിച്ചപ്പോൾ ജസ്റ്റ് ഇപ്പം ഞാൻ പറഞ്ഞ ആൾ ചേട്ടൻ്റെ മോള് എനിക്ക് യൂട്യൂബ് ചാനലിൻ്റെ ഫംഗ്ഷനൊക്കെ എടുത്തു തന്നു. അത് കഴിഞ്ഞ് ഇവന് വീഡിയോ ഇടാൻ തുടങ്ങി. ആദ്യം 2-3 വീഡിയോ വലിയ റീച്ചില്ലാതെ പോയി. പിന്നെ എൻ്റെ വീടിൻ്റെ ഒരു വീഡിയോ കാണിക്കുന്ന ഒരു വീഡിയോ ഇട്ടപ്പോൾ ആ സാധനം കയറി കത്തി ഒരു 2 മില്യണോളം പോയി.
3 ദിവസവും 2 മില്യൺ. അപ്പോൾ എനിക്ക് യൂട്യൂബിൽ ഇങ്ങനെ വാച്ച് അവർ കയറി ഇറങ്ങുന്നൊക്കെ ഉണ്ട്. എനിക്ക് ഈ മോണിറ്റൈസിംഗ് എന്ന് പറഞ്ഞ സാധനമൊന്നും അറിയില്ല, എന്നെ ചെയ്യേണ്ടത് ഒന്നും അറിയില്ല. ഞാൻ വീഡിയോ ഇടുമ്പോൾ എന്നെ യൂട്യൂബുകാർ എന്നെ വിളിച്ചിട്ട് വളരെ സുതിമോളെ നിൻ്റെ വീഡിയോ കൊള്ളാം, നിനക്ക് ഞാൻ കാശ് തരാം, സെറ്റ് എന്നും പറഞ്ഞ് വിളിക്കുമെന്നാണ് എൻ്റെ ധാരണ. അല്ലാതെ എനിക്കിങ്ങനെ ഈ മെയിലൊരു സാധനം വരുമെന്നൊന്നും പറഞ്ഞ് എനിക്കറിയില്ലായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഒരു കൊച്ചിൻ്റെ 28 കെട്ടിന് ചേട്ടൻ്റെ കൂട്ടുകാരൻ്റെ കൊച്ചിൻ്റെ 28 കെട്ടിന് മുമ്പാണ് ഇച്ചാത്തിനെ അവിടെ വെച്ച് ആ പെണ്ണെന്നെ കണ്ടിട്ട് എന്നെ ഇങ്ങോട്ട് വന്ന് വിളിച്ച് സംസാരിച്ചു. അപ്പോൾ നിങ്ങളുടെ പരസ്യമൊന്നും കാണുന്നില്ലല്ലോ വീഡിയോയിൽ, എന്താ അങ്ങനെ ചെയ്തിട്ടില്ലേന്ന് ചോദിച്ചപ്പോഴത്തേക്കാണ് ഞാൻ പറഞ്ഞത് എനിക്കറിയില്ല. അപ്പോൾ ഇങ്ങനെ യൂട്യൂബിൽ വിളിക്കുമല്ലോ എന്ന് ചോദിച്ചപ്പോൾ അല്ല ഇങ്ങനെ ഇതുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മഴവിൽ വിളിച്ച് വെച്ചപ്പോൾ കുഴപ്പമില്ല സുധിമോളെ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാം, നമുക്ക് അടുത്ത ഷെഡ്യൂളിൽ നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ കാർത്തിസൂര്യ അല്ലെങ്കിൽ ഡിജിറ്റലുണ്ടല്ലോ മഴവിൽ മനോരമയ്ക്ക്, അപ്പോൾ അവിടെ കാണിക്കാമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പം ആ സമയം ഈ ഇച്ചായത്തി എൻ്റെ അടുത്ത് നമ്പർ വാങ്ങിയിട്ട് അവരുടെ നമ്പർ വന്നിട്ടുണ്ടായിരുന്നു, എന്തൊരു ആവശ്യത്തിന് വിളിക്കാൻ പറഞ്ഞു. പക്ഷെ ഞാൻ വിളിച്ചില്ലായിരുന്നു. നമ്മൾ ഈ മഴവിൽ ചെയ്യാം എന്നുള്ള പ്രതീക്ഷ തന്നെ ഇരിക്കുമ്പോഴായിരുന്നത്. അപ്പോൾ അങ്ങനെ ചെന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവർ എന്നെ ഇങ്ങോട്ട് പിന്നെയും വിളിച്ചു, ഇച്ചായത്തി എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞ് സുധി ചേച്ചി നിങ്ങളെ ഞാൻ ഹെൽപ്പ് ചെയ്യാം, ഫോണൊന്ന് കൊണ്ടുവരണം നോക്കി പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത ഷെഡ്യൂൾ ഒരു 5-6 ദിവസം നീണ്ടുപോകും. അപ്പോൾ ചേട്ടൻ്റെ രജിസ്റ്റർ കാണിക്കടി, അപ്പോൾ ഇത് അവിടെ ശരിയായാലും നമുക്ക് മഴയിൽ കൂടെ ശരിയാക്കാൻ മതിയല്ലോ. പക്ഷെ അവരോട് ചെന്നപ്പോൾ എൻ്റെ വാച്ചവരൊക്കെ ക്ലീനായി കിടക്കുമായിരുന്നു. അത് സെറ്റ് ചെയ്ത് പെട്ടെന്ന് തന്നെ ഇംഗ്ലീഷ് എനിക്ക് എഴുതാൻ അറിയാൻ പറ്റുന്നു, മോണിറ്റൈസിംഗ് ഒക്കെ ചെയ്തു തന്നു. പിന്നെ ഇൻഷൂട്ടിലൊക്കെ എഡിറ്റ് ചെയ്യുന്ന അങ്ങനെയാണ് കാണിച്ചത്. ബാക്കിയൊക്കെ ഞാൻ തന്നെ ആണ് എഡിറ്റിംഗ് ഒക്കെ സ്വന്തമായിട്ടൊക്കെ എന്ത് പഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാം ഞാൻ തന്നെ. കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാനൊന്നും അറിയില്ലായിരുന്നു. എൻ്റെ അടുത്ത് കാർത്തിസൂര്യ വിളിച്ചിട്ടാണ് ഇങ്ങനെ ഞാൻ ഇട്ട ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റിൻ്റെ കാര്യം പറഞ്ഞ് വിളിച്ചപ്പോഴാണ് എല്ലാവരും എന്തെങ്കിലും വിളിച്ച് ചോദിക്കുമല്ലോ, വിളിച്ച് ചോദിച്ച സമയത്താണ് കമ്മ്യൂണിറ്റി പോസ്റ്റ് നാരായണൻകുട്ടി കാർത്തിസൂര്യയുടെ അസിസ്റ്റൻറ്റ്, കാർത്തിസൂര്യല്ല അസിസ്റ്റൻറ്റ് പുള്ളിക്കാരനാണ് എന്നെ വിളിച്ച് ഓരോന്നൊക്കെ ഇങ്ങനെ കമ്മ്യൂണിറ്റി പോസ്റ്റിൻ്റെ ആണെങ്കിലും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. ആണ് എല്ലാവരും സഹായിക്കാറൊക്കെ ഉണ്ട്. ശരിക്കും ഈ വീടിൻ്റെ അവസ്ഥകളൊക്കെ പറഞ്ഞല്ലോ ചേച്ചി, ശരിക്കും ആ വീട് നമ്മൾ കണ്ടാൽ മനസ്സിലാവും അല്ലേ എത്രത്തോളം അനുഭവിച്ചതാണെന്നൊക്കെ. ശരിക്കും അവിടെ നിന്നൊരു തുടക്കമാണല്ലോ, എന്താ അതിനെക്കുറിച്ച് പറയാനുള്ളത്? സത്യം പറഞ്ഞാൽ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇങ്ങനെ ഒരു വീട്ടിലോട്ട് വാടകയ്ക്കാണേലും മാറുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ജീവിതകാലം മൊത്തം അവിടെ കിടക്കട്ടെ വരും, നമുക്ക് സ്ഥലവും വരെയൊന്നും ഇല്ലാതെ അവരുടെയൊക്കെ കുത്തുവാക്കൊക്കെ കേട്ടിങ്ങനെ അവിടെ തന്നെ ജീവൻ തീരേണ്ട വരുമെന്നുള്ള പ്രതീക്ഷ തന്നെ ഇരുന്നത്. പക്ഷെ അതിന് ദൈവം മുകളിലുണ്ടെന്നുള്ള വിശ്വാസം അതുകൊണ്ടാണല്ലോ ഇവിടെ വരെ എത്തിയത്. ഞാൻ ചേട്ടൻ എന്താ പറയാനുള്ള ചേച്ചിയുടെ ഒരു ഭാര്യ എന്ന നിലയുടെ ഭാര്യയ്ക്ക് ഇത്രയും സപ്പോർട്ട്? ഇപ്പൊ ഞാൻ ചേച്ചിയോട് പറയാണ്, ചേച്ചിയുടെ സപ്പോർട്ടിൽ ഏറ്റവും കൂടുതലുള്ള ഒരാളാണ് രതിചേട്ടൻ എന്ന് പറയുന്നത്. എന്താ പറയാനുള്ളത്? ചേട്ടായെ പറ്റി പറഞ്ഞ ഒത്തിരി പറയാനുണ്ടെന്നാ പറയണേ. എന്താ പറയാനാണ് ചേട്ടാ കേൾക്കുമ്പോ? ഞാൻ എന്നെ കുറിച്ചാണോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഞാനാണ് ഇയാളെങ്ങനെ ആക്കിയത്. ഇയാള് വരെ പരിപാടി എല്ലാത്തും കൂടെ നിൽക്കും. അങ്ങനെ ഇപ്പൊ പരിപാടിക്ക് പോകുമ്പോൾ എല്ലാത്തിനും കൂടെ ഉണ്ടാവും. കാരണം ഒത്തിരി പുറത്തെ കാര്യങ്ങളൊന്നും അറിയാൻ പറ്റാതെ ജീവിച്ച ഒരാളാണ് ഞാൻ. കാരണം ടൗണിൽ നടക്കുന്ന കാര്യങ്ങൾ, അവിടെയുള്ള ബിൽഡിങ്ങുകൾ, ഫ്ലാറ്റുകൾ, ഈ ബസ്സിൻ്റെ മുകളിൽ ഒരു ബസ് കയറിയിരിക്കുന്നത്, അതൊക്കെ ഞാൻ ഇവിടെ വന്ന് എറണാകുളത്ത് നിന്നാണ് കാണുന്നത്. അതൊക്കെ ഞാൻ എൻ്റെ സ്റ്റാൻഡപ്പിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു ബസ്സിന് മുകളിൽ ഒരു ബസ് കയറിയിരിക്കുന്നത്. അതൊക്കെ ഞാൻ ഇവിടെ വന്നിട്ട് ചേട്ടാട് കൂടെ വന്നതിന് ശേഷം, പിന്നെ ചേട്ടാട് കൂടെ വന്നതിന് ശേഷമാണ് ഞാൻ എൻ്റേതായ സ്വന്തമായിട്ടുള്ള ഡ്രസ്സ് ഇടുന്നത്. എൻ്റെ ഡ്രസ്സൊന്നും പറഞ്ഞിരുന്നത് അല്ലെങ്കിൽ അമ്മച്ചി എവിടെയെങ്കിലും വീട്ടിൽ നിന്ന് കൊണ്ട് തരുന്ന ഡ്രസ്സൊക്കെയാണ് കേട്ടുകൊണ്ടിരുന്നത്. ചെരുപ്പൊന്നും ഇടുന്നതൊക്കെ തന്നെ ചേട്ടാട് കൂടെ വന്നതിന് ശേഷമാണ്. ബിരിയാണി ആദ്യമായിട്ട് കാണുന്നത് ഞാൻ ചേട്ടാട് കൂടെ വന്നതിന് ശേഷം. എല്ലാം എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും ഞാൻ ചേച്ചിയോട് വന്നതിന് ശേഷമാണ് എല്ലാം. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഒത്തിരി കടപ്പാട് സ്നേഹമുണ്ട് ചേട്ടാട് വരുന്നത്. തീർച്ചയായിട്ടും ചിലപ്പോൾ ചേട്ടാ തന്നെ സ്വീകരിച്ചില്ലായിരുന്നു, കല്യാണം കഴിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ എവിടെ എത്തുമെന്ന് എനിക്ക് തന്നെ അറിയാൻ പറ്റത്തില്ല. നിങ്ങൾ കല്യാണം കഴിച്ചത് ഒരു ഒരു ലവ് മാരേജ് ആണ് അല്ലേ? അപ്പം ആ ഒരു സ്റ്റോറി ഉണ്ടാവുമല്ലോ, എന്താണ് ശരിക്കും ആ ഒരു കഥ? എങ്ങനെയാണ് നമ്മുടെ സുധി ചേച്ചി കിട്ടിയത്? ഞാനത് ഏറ്റുമാനൂർ പള്ളിയില്ലേ, ആ പള്ളിയുടെ വർക്ക് നമ്മുടെ കൂട്ടുകാരനായിരുന്നു. അപ്പോൾ പള്ളിയുടെ വർക്കിന് പോയതാണ്. അപ്പോൾ പള്ളിയുടെ വർക്കിന് പോയി കഴിഞ്ഞപ്പോൾ രാവിലെ എഴുന്നിട്ട് നമ്മൾ ആമ്പിളേരല്ലേ വൈകിട്ടൊക്കെ നോക്കുമല്ലോ, അപ്പോൾ നേരെ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ്. അപ്പോൾ അവിടെ പോയി ഇങ്ങനെ വായിട്ട് നോക്കുന്ന ടൈമിന് ഇയാളെ കണ്ടതാണ്. അങ്ങനെ കണ്ട് അപ്പോൾ പെട്ടെന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം തന്നെ ചോദിക്കായിരുന്നു നേരെ കയറി, വേറെ ഒന്നും നോക്കില്ല, തല്ലി കിട്ടുമോ ഇടി കിട്ടുമോ അങ്ങനെയൊന്നും നമ്മൾ ചിന്തിച്ചില്ല. നേരെ കയറിയാണ്ട് ചോദിച്ചു. പുള്ളിയൊന്നും പറഞ്ഞില്ല. എൻ്റെ ഒരു കൂട്ടുകാരൻ ഇവരൊരു കസിനെയാണ് കെട്ടിയിരുന്നത്. അവര് തമ്മിൽ പ്രായത്തിലായിരുന്നു ആ ടൈമിൽ. ആ ടൈമിൽ അപ്പൊ ഇവളുടെ ഫോണിൽ നിന്നാണ് അവനെ വിളിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ അവൻ കൊല്ലത്തായിരുന്നു നിന്ന് പണി. അപ്പോൾ എന്നാൾ പണി അവിടെ പണി കുറവുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞെങ്കിൽ ഏറ്റവും വലിയ കയറുക ഇവിടെ പണിയുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവന് ഫോണുണ്ടായിരുന്നു, ഇയാളുടെ ഫോണിലൊക്കെ വിളിക്കണം. അങ്ങനെ ലാസ്റ്റ് പറഞ്ഞു വന്നപ്പോൾ ഇയാളുടെ ഫോൺ നമ്പർ ഞാനെടുത്ത് പിന്നെയും വിളിയായി. അങ്ങനെ വിളിച്ചൊക്കെ കുറെ പ്രശ്നം അവര് തമ്മിൽ കാണാനായിട്ട് ഏറ്റുമാനോട്ട് വിളിച്ചു.
ആ. കസിനെ കാണാൻ വേണ്ടി വിളിച്ചപ്പോൾ അവളുടെ കൂടെ ഞാൻ കോട്ടയം വരെ വന്നു. വന്ന് കോട്ടയം വരെ വന്നപ്പോഴാണ് ഈ മനുഷ്യൻ അവിടെ ഇപ്പൊ പറഞ്ഞില്ലേ ആഹാ. വായി നോക്കി എന്നൊക്കെ പറഞ്ഞേ. അപ്പൊ അങ്ങനെ വന്നപ്പോ കണ്ടതാ. ശരിക്കും ആദ്യം ആരാണ് ഇഷ്ടം? ചേട്ടനാണ് ഇഷ്ടം ഞാനാ പോയി പറഞ്ഞു. അപ്പൊ എങ്ങനെയായിരുന്നു പ്രതികരണം ചേച്ചി? ഞാൻ കൊരങ്ങനാന്ന് അയാൾ പറഞ്ഞു. അത് കൊരങ്ങെന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഞാൻ നേരിട്ട് ചേട്ടനെ കാണുന്നത് 6 മാസം കഴിഞ്ഞ, ഫോണിൽ കൂടെ സംസാരിച്ച് 6 മാസം കഴിഞ്ഞ് ഞാൻ ചേട്ടനെ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ 8ാം ക്ലാസ്സിൽ വെച്ച് പഠിത്തം നിർത്തിയിട്ട് ഒരു തുണിക്കടയിൽ പണിക്ക് പോകുമായിരുന്നു. ആ റിലേഷൻഷിപ്പ് കല്യാണം കഴിച്ച ആ പുള്ളി എൻ്റെ അമ്മയ്ക്കൊരു ഫോൺ, ആ ഫോണിലോട്ട് വിളിച്ചിട്ടാണ് ആ കസിനോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയം ആ ചെറുക്കനോട് ഞാൻ സംസാരിക്കുമായിരുന്നു. ഇവളോട് സംസാരിക്കാൻ കൊടുത്ത് ഞാൻ ആ ചെറുക്കനോട് സംസാരിക്കും. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ വർത്തമാനം കേട്ടിട്ട് ഈ പുള്ളി നമ്പർ എടുക്കുമായിരുന്നു. എന്നിട്ട് എന്നെ പേഴ്സണായിട്ട് അല്ലാതെ വിളിച്ചു, അവരുടെ കൂടെ അല്ലാതെ ഇരുന്നിട്ട് എന്നെ വിളിച്ചപ്പോൾ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു. ആദ്യം നമ്മൾ അത്ര വലിയ കാര്യമാക്കിയില്ല, വിട്ട് കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞ് കല്യാണം കഴിക്കാൻ ഇഷ്ടമാണ്, അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചു. അപ്പോൾ ഓൾറെഡി നമുക്കൊരു ഓട്ടോമാറ്റിക് അനക്കം സംഭവിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എന്നോട് ചോദിച്ചു, ഒരു ഭർത്താവിൻ്റെ സങ്കല്പം എന്താണ്? സത്യം പോലെ നമ്മൾ പറയണം, എങ്കിലാണ് അവിടെ വർക്കാവുള്ളൂ. അപ്പോൾ ഈ ചേട്ടായി ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ ഇതിൽ നിന്ന് എടുത്തിട്ട് പറഞ്ഞ് എൻ്റെ സങ്കല്പം ഇതായിരുന്നു, നല്ല ഹൈറ്റ് വേണമായിരുന്നു. ഞാനത് സ്റ്റാൻഡപ്പിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം സൗന്ദര്യം ഇല്ലെന്നൊന്നും എനിക്ക് പ്രശ്നമല്ല. പല്ല് പൊങ്ങിയതോ കളറില്ലാത്തയോ മുടന്തനാണെങ്കിലും എനിക്ക് പ്രശ്നമല്ല. ഹൈറ്റ് വേണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം. അപ്പം ഞാൻ പറഞ്ഞു ഹൈറ്റുള്ള ആളെയാണ് ഇഷ്ടം, ഹൈറ്റും വെയിറ്റും ഉള്ള ആളാണ് എനിക്ക് ഇഷ്ടമെന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ എന്തോരം പൊക്കം കാണുമെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞ് എനിക്ക് 5 അടി 8 ഇഞ്ച് പൊക്കം ഉണ്ടെന്ന് പറഞ്ഞു. ഈ 5 അടി 8 ഇഞ്ച് എന്തോരം ഉണ്ടെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ ഈ കടയിൽ നിൽക്കുന്ന അച്ഛനോട് ചോദിച്ചാടാ ഈ 5 അടി 8 ഇഞ്ച് എന്തോരം ഉണ്ടാകും. അപ്പോൾ അവനൊരു അമിതാഭ് ബച്ചൻ്റെ അത്ര ഉണ്ട്, അവൻ്റെ 3/4 ഭാഗം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഓക്കെ സെറ്റ്, അങ്ങനെയാണ് നമ്മൾ ഇഷ്ടമാണെന്ന് തിരിച്ചു പറഞ്ഞത്. പൊക്കമാണ് ഞാൻ ഇയാളെ ഇഷ്ടപ്പെടാൻ കാരണം, പറഞ്ഞ പൊക്കത്തിൻ്റെ അളവാണ് എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം. അങ്ങനെ ഇഷ്ടപ്പെട്ട് ഫോണിൽ കൂടെ ഒരു 6 മാസം അങ്ങനെ കഥയടിയും ചിരിയും കളിയൊക്കെ ആയിട്ടിരുന്നിട്ട് ഒരു ദിവസം കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ നേരിട്ട് കാണുമ്പോഴാണ് ഈ ഇഷ്ടമായി. അപ്പോൾ ആ റിലേഷൻപ്പെട്ട പെണ്ണിനെ എന്നെയും കൂടെ ഇവർ രണ്ട് കൂട്ടരും കൂടെയാണ് കാണാൻ വരുന്നത്. അപ്പോൾ ആ റിലേഷൻപ്പെട്ട ആ പെണ്ണെ കെട്ടാൻ പോകുന്ന ചെറുക്കം നല്ല ഹൈറ്റും വെയിറ്റുണ്ട്. ഞാൻ വിചാരിച്ച ആ ചെറുക്കനായിരിക്കും. അത് കാരണം സ്റ്റാൻഡപ്പിൽ പറഞ്ഞിട്ടുണ്ട് ആ ചെറുക്കനായിരിക്കും എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് അടുത്ത് വന്നപ്പോഴാണ് അല്ല ഇതാണ് എന്ത് ചെറുക്കെന്ന് മനസ്സിലാക്കി. പക്ഷെ ഹാപ്പി ആയിട്ട് ജീവിക്കാം. അപ്പം ഞാൻ ടാറ്റയൊക്കെ പറഞ്ഞ് പോയെങ്കിലും ഇഷ്ടമല്ലാതെ തന്നെ വീട്ടിലോട്ട് പോയത്. അതിപ്പോൾ ചേട്ടാ പിന്നെ ഫോൺ വിളിച്ചു ഞാൻ അങ്ങനെയാണ്, എനിക്ക് മറക്കാൻ പറ്റത്തില്ല, പൊക്കത്തിൽ എന്നാ കാര്യം, ഞാൻ നിന്നെ നോക്കുന്നതിലല്ല കാര്യം, എന്നാ സൗന്ദര്യം കലത്തിയിട്ട ചോറാകുകയല്ല. ഇതൊക്കെ എവിടെ നിന്ന് കിട്ടി രതീഷേട്ടാ? അരി കലത്തിയിട്ടാണ് വീഴും, അതിന് ഞാൻ നിന്നെ ഗ്യാരണ്ടി തരുന്നു. അപ്പൊ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞ് പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി അങ്ങനെ ഇഷ്ടമായി, അങ്ങനെ പോയി വീഴ്ത്തി. പക്ഷെ അന്ന് അന്ന് ഞാൻ അത് തെരഞ്ഞെടുത്ത ജീവിതം ശരിയായിരുന്നു ഇന്നലെ കാലം തെളിയിച്ചു. സ്റ്റേറ്റ്മെന്റ് ഇപ്പം കറക്റ്റ് ആയത് തോന്നുന്നില്ലേ? ഹൈറ്റ് അല്ല സൗന്ദര്യം അല്ല ഇവിടെ ഉള്ളത്. രണ്ട് കൈ കൊണ്ട് പട്ടിണിയാണ് പലവട്ടമാണെങ്കിലും ഭാര്യനെ സംരക്ഷിക്കാനുള്ള കരുത്തുള്ളവരാണ് എനിക്ക്. ആണ്, അതത്രേ ഉള്ളൂ അല്ലേ രതീശൻ? എന്താ പറയാനുള്ളത്? അന്ന് കിട്ടിയില്ലായിരുന്നു, ഒരു നഷ്ടമായി പോയത്. ഇപ്പൊ ഇങ്ങനെ ആരും പറയല്ലേ. അത് ശരിയാകട്ടോ. കാരണം എന്ന് വെച്ചാൽ ചേച്ചി അത്രയും ഒരുപാട് അനുഭവിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് സുധി ചേച്ചി എന്ന് പറയുന്നത്. അപ്പം എന്താ പറയുക, ഏറ്റവും കൂടുതൽ ഞാൻ ഇളുമാരെ ഗർഭിണിയായിരുന്ന സമയത്ത്, പ്രസവിച്ച് കിടന്ന സമയത്ത്, ആ സമയത്തൊക്കെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ അനുഭവിച്ചത്. പക്ഷെ ഗർഭിണിയായിരുന്നപ്പോൾ പ്രസവിച്ചപ്പോൾ എൻ്റെ അമ്മച്ചി എൻ്റെ കൂടെ ഉണ്ടാകും കേട്ടോ, എൻ്റെ ആങ്ങളെ അമ്മ. അവരെൻ്റെ കൂടെ കട്ടക്കുണ്ടായിരുന്നു. പക്ഷേ കട്ടക്കൊരാൾ കൂടെ നിൽക്കുന്നതല്ല അവിടെ പ്രശ്നം, സാമ്പത്തികം. അതായിരുന്നു അവിടെ വേണ്ടത്. ഞാൻ പ്രസവിച്ച് കിടക്കുമ്പോഴൊക്കെ ആ സാമ്പത്തികം ഇല്ലാത്തതിൻ്റെ പേരിൽ ഞാൻ ഒത്തിരി കുത്തുവാക്ക് കേട്ടിട്ടുണ്ട്. കാരണം നമ്മുടെ വീട്ടിൽ അമ്മയ്ക്ക് അച്ഛനില്ല, ആരും അങ്ങനെ നമുക്ക് സംരക്ഷിക്കാതെ തരാനോ ഒന്നുമില്ല. എൻ്റെ അമ്മച്ചി അടുക്കളപ്പണിക്ക് പോയിട്ടൊക്കെയാണ് നമ്മളെ നോക്കുന്നതൊക്കെ. ആ സമയം ചേട്ടായുടെ വീട്ടിൽ അച്ഛന് ജോലി ഉണ്ടായിരുന്നതുകൊണ്ട് അവരാണ് കാശ് മുടക്കിയതൊക്കെ. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ ഒത്തിരി ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ആ സമയം ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്, വാക്കുകൾ കൊണ്ടും എല്ലാം കൊണ്ടും കേട്ടിട്ടുണ്ട്. പല രീതിയിലും ചേച്ചി പറഞ്ഞിട്ടുണ്ട് മക്കളെ നോക്കിയ കഥകളൊക്കെ. അറിയോ എങ്ങനെയൊക്കെയാണ് അമ്മ നോക്കിയ കാര്യങ്ങളൊക്കെ അറിയോ? അതൊക്കെ അമ്മ സ്റ്റാൻഡപ്പിലൂടെ പറഞ്ഞപ്പോ എന്താ തോന്നിയത് ശരിക്കും? കുറെ സങ്കടം വന്ന്, ഞങ്ങളെ ഇങ്ങനെയുള്ള നോക്കിയില്ല എന്നൊക്കെ ഓർത്ത് അങ്ങനെയൊക്കെ വന്നപ്പോ കുറെ സങ്കടമൊക്കെ വന്നു. ഇവരന്ന് ഫ്ലോറിൽ നിന്ന് കരയുണ്ട് ഞാനിതെല്ലാം പറയുമ്പോൾ. ഞാൻ ശ്രദ്ധിക്കുന്നില്ല, ഞാൻ വെച്ചലക്കിക്കൊണ്ടിരിക്കണം, ഞാൻ ഇവരെ ഒന്നും കാണുന്നില്ല കരയുന്നൊന്നും. പക്ഷെ ടെലികാസ്റ്റ് വന്നപ്പോഴാണ് ഇവർ അവിടെ നിന്ന് ഇങ്ങനെ വാ വിട്ട് കരയണ ഞാൻ കണ്ടത്. ആണ്. എന്താ മോന് പറയാനുള്ളത്?
അങ്ങനെ ഇറക്കി വിട്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അന്നാണ് അറിയണത് ശരിക്കും ഞങ്ങൾ അങ്ങനെ ഇറക്കി വിട്ടിട്ടുണ്ടെന്ന്. അപ്പോൾ ഒരു ഇത് വന്ന് അപ്പോഴാണല്ലോ അറിയുന്നത്. അപ്പോൾ ശരിക്കും സങ്കടമൊക്കെ വന്ന് കൂട്ടുകാരികളൊക്കെ ചോദിച്ചു നിന്നെയൊക്കെ ശരിക്കും ഇറക്കി വിട്ടാടി അങ്ങനെയെന്നൊക്കെ. അപ്പോൾ ഞങ്ങൾ ആന്നൊക്കെ പറഞ്ഞ് കുറേ കരയൊക്കെ ചെയ്തു. കരഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ, ഇറക്കി വിട്ടില്ലേ. ശരിക്കും എന്താണ് ചേച്ചി ശരിക്കും സംഭവിച്ചത് അങ്ങനെ അത് വീട്ടിൽ ഞാൻ പറഞ്ഞില്ല, കറണ്ട് ഇല്ലാതെ ഒത്തിരി കിടന്ന് കഷ്ടപ്പെട്ട സമയത്ത് ഞാൻ പൊറോട്ട കമ്പനിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഞാൻ ചോദിച്ച് അവരുടെ ഹെൽപ്പോട് കൂടിയും പിന്നെ ഞാൻ അവിടെ ചെന്ന് തോരാതെ കിടന്ന് കഥ അടിച്ചുകൊണ്ട് പുള്ളി എനിക്ക് കറണ്ട് തന്നു. അപ്പോൾ ആ ഒരു സീരിയൽ കാണാൻ ചെല്ലും ഇതുവരെ. അപ്പോൾ ആ മിറ്റമൊക്കെ കണ്ടല്ലോ, ചെളിയാണ്, വെള്ളവും ചെളിയൊക്കെ. അപ്പോൾ അത് ചവിട്ടി കയറ്റി അവരുടെ കട്ടിലയിലൊക്കെ ചവിട്ടുമ്പോൾ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. അങ്ങനെ ഇവർ നിലത്തൊക്കെ ഇങ്ങനെ തറയിലൊക്കെ അവിടെ എത്തത്തുള്ളൂ. അങ്ങനെ ഞാൻ ടി വിയെ കാണിക്കുന്നത്. അതിൻ്റെ വർഷം വെള്ളം ചവിട്ടി കയറ്റി എന്നും പറഞ്ഞിട്ട് ഇവരെ ഇറക്കി വിട്ടില്ല. എനിക്കെല്ലാം സങ്കടം. ഇറങ്ങി വീട്ടിലോട്ട് പോരാതെ അപ്പോൾ ഈ ടി വി ഇരിക്കുന്ന മുറിയിൽ ഒരു ജനലുണ്ട്, ഇങ്ങനെ കുത്തം വീണത്. ആ ജനലിൻ്റെ ഹോൾ വഴി ഇങ്ങനെ കണ്ടിരുന്നു. അതെനിക്ക് സഹിക്കാൻ പറ്റിയില്ല. അതാണ് ഞാൻ ആ ഫ്ലോറിൽ പറഞ്ഞത്. അതെനിക്ക് നല്ല ഏത് മറ്റൊരാളേക്കും സഹിക്കാൻ പറ്റത്തില്ല. കാരണം ഒന്നാമത്തെ കാര്യം ഞാനിങ്ങനെ വളർന്ന സിറ്റുവേഷൻ ആയതുകൊണ്ട് എൻ്റെ മക്കൾ ആ സിറ്റുവേഷനിൽ കൂടി പോകരുതെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന് എനിക്ക് സങ്കടം. കാരണം ഇത്ര നമ്മൾ സ്ട്രഗിൾ ചെയ്ത് ഇത്ര കയറി വന്നിട്ട് ഇങ്ങനെ കാണുമ്പോൾ വിഷമം. ഞാൻ പിന്നെ ചേട്ടാ അടുത്തൊന്നും പറഞ്ഞു കൊടുത്ത് ചേട്ടാ അങ്ങനെ ചെയ്ത് ചേട്ടാ ഇങ്ങനെ ചെയ്ത് അങ്ങനെയൊന്നും പറഞ്ഞ് വീട്ടിൽ വഴക്കുണ്ടാക്കിക്കാൻ നോക്കത്തില്ല. പിന്നെ ഞാൻ ചേട്ടായി കല്യാണം കഴിച്ച് 1.5 വർഷം കഴിഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നത്. വീട്ടിൽ വന്നതിന് ശേഷം ഞങ്ങൾ വേറിട്ടായിരുന്നു 1.5 വർഷം കിടന്നിട്ട്. അപ്പോൾ അതൊക്കെ സ്റ്റാൻഡപ്പിൽ ഞാൻ കോമഡി പോലെയൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. അതൊക്കെ അത് അതിൻ്റെ കടിയിൽ ഒത്തിരി ആൾക്കാർ നാണം ഇല്ലേടി കടപ്പുറ രഹസ്യമൊക്കെ വന്ന് പറയാം. കടപ്പുറ രഹസ്യമല്ല, ഞാനൊരു കോമഡി ആയിട്ട് തന്നെ അത് പറഞ്ഞത്. അങ്ങനെ ജീവിച്ചിട്ടാണ് ഞങ്ങൾ ഒരുമിക്കുന്നത്. അപ്പോൾ ആ സമയത്തൊന്നും ഞാൻ പറഞ്ഞൊരു വഴക്കോടെ ഉണ്ടായിട്ടില്ല. പക്ഷെ കുഞ്ഞുങ്ങളുണ്ടായി കഴിഞ്ഞപ്പോൾ കുഞ്ഞുങ്ങളെടുത്ത് കാണിക്കുന്ന പ്രവൃത്തിയിലാണ് ദേഷ്യത്തെ പ്രതികരിക്കാൻ തുടങ്ങുന്നത്. അല്ലാതെ ഞാൻ പറഞ്ഞു കൊടുത്ത് ഒരു വഴക്കോലും വീട്ടിലുണ്ടായിട്ടില്ല. ശരിക്കും എന്തൊക്കെ രീതിയിലുള്ള പ്രതികരണമാണ് ഉണ്ടായിട്ടുള്ളത്? കാരണം നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, എന്ത് പ്രശ്നം വന്നാലും അതൊരു ചിരി എപ്പോഴും ഫേസിൽ ഫിറ്റ് ചെയ്തിട്ടായിരിക്കും എല്ലാ വിഷമങ്ങളും പറയാം അല്ലേ? വീട്ടിലും അങ്ങനെ തന്നെയാണോ മോനെ? അമ്മ അങ്ങനെ തന്നെയാണോ? അങ്ങനെ തന്നെ എല്ലാം പറയണത്. ആണ്, ചിരിച്ചോണ്ട് തന്നെ എല്ലാം പറയും. ശരിക്കും ഉള്ളിൽ ഇങ്ങനെ എന്തിനാ ചേച്ചി ഇങ്ങനെ എല്ലാം ഇങ്ങനെ അടക്കി പിടിക്കുന്നത്? എന്തിനാ ശരിക്കും അടക്കി പിടിക്കാന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പുറത്ത് വന്നതുകൊണ്ട് എന്നെ അത് പറഞ്ഞു ഇത് പറഞ്ഞു മറ്റേത് പറഞ്ഞു നമ്മൾ കരഞ്ഞു പറയുന്നതിനേക്കാളും നല്ലത് സന്തോഷത്തോടു കൂടി ഞാനത് ഏറ്റുവാങ്ങുന്നത്. കാരണം ഇപ്പം ചേട്ടായി വിളിച്ചോണ്ട് വന്നാണെന്ന് വെച്ചാൽ വിളിച്ചോണ്ട് വന്നല്ല എന്നെ സ്നേഹിച്ച് കെട്ടിയാൽ സ്നേഹിച്ച് കിട്ടിയതെന്ന് മാത്രമേ. കാരണം ചേട്ടായി വീട്ടിൽ കല്യാണമൊക്കെ വിരുന്നൊക്കെ നടത്താനൊക്കെ പെണ്ണൊക്കെ കാണാനായിട്ടുള്ള രീതിയിലൊക്കെ ഇരിക്കുന്ന സമയത്ത് അന്ന് രക്ഷയുടെ എൻ്റെ അടുത്ത് പറഞ്ഞ് നീ വാ എൻ്റെ കൂടെ ജീവിക്കണം എന്ന് നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നീ വാ എന്നിട്ട് പറഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. പക്ഷെ വാ എന്ന് പറയുമ്പോൾ ആ വരുന്നത് തെറ്റാണ് ചിന്തിക്കാനുള്ള മൂളം എനിക്കറിയില്ല. ഒരാണൊരുത്തൻ വീട്ടിൽ വന്ന് വിളിച്ചുകൊണ്ട് പോരുന്നതും ഞാൻ സ്വന്തമായിട്ട് തുണിയും കെട്ടിപ്പുറക്കി ചേട്ടനോട് അവിടെ പോരുന്നതും രണ്ടും രണ്ടാണ്. പക്ഷെ അന്ന് ചിന്തിക്കാനുള്ള ഒരു മൂളം എനിക്കില്ല. പിന്നെ എനിക്കത് പറഞ്ഞു തരാനും ആരുമില്ലായിരുന്നു. 16 വയസ്സിലല്ലേ വിവാഹം കഴിഞ്ഞത്? പക്ഷെ അതിൻ്റെ പേര് ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ട്. ആണ്, തീർച്ചയായിട്ടും ഭയങ്കരമായിട്ട്. ഇത് നമ്മളിനി എപ്പോഴും ഇനി അത് പൊക്കി എടുത്തോണ്ട് വന്നാൽ അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ വിട്ടുകളായത്. ആണ്, അവർ ചെയ്തതൊക്കെ അവിടെ തന്നെ ഇരിക്കട്ടെ, കാലം അവരെ മാറ്റിക്കും. കാരണം ഞങ്ങൾ തെറ്റായിരുന്നു ചെയ്തത്. അവളോടത്ത് തന്തയും തള്ളയില്ലാത്ത അനാഥയായ ഒരു കൊച്ചിനോട് ഇങ്ങനെ ചെയ്യരുതായിരുന്നു അവൾ ചിന്തിക്കുന്ന അവർ ചിന്തിക്കുന്ന സമയം വരുമ്പോൾ കാലം വരും. അതുവരെ ഞാൻ നോക്കും. രതീഷേട്ടൻ എന്താ പറയാനുള്ളത്? അതെ, എൻ്റെ അച്ഛനമ്മല്ലേ. അപ്പം അങ്ങനെ വരുമെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു പ്രതീക്ഷ. അല്ലെങ്കിൽ നമ്മളങ്ങനെ ഇറക്കി പിടിയല്ലേ വീട്ടിൽ 3-4 പ്രാവശ്യം ഇറക്കി വിട്ടായിരുന്നു. പിന്നെ നമുക്ക് ഇറക്കി കിടക്കാൻ നിവൃത്തിയില്ല, വേറെ സ്ഥലങ്ങളൊന്നും ഇല്ല. പിന്നെ ഇവരുടെ വീട്ടിലായിരുന്നു ഒരു വർഷത്തോളം നിന്നായിരുന്നു. അങ്ങനെ അളിയൻ കല്യാണം കഴിച്ചപ്പോൾ പിന്നെ അവിടെ കിടക്കുമ്പോൾ അവിടെ ഇതുപോലെ ഒരു സെറ്റപ്പാണ്. അളിയൻ കല്യാണം കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നു. പിന്നെ കുറച്ച് നാൾ അവിടുത്തെ വാടകയൊക്കെ താമസിച്ചു. അത് കഴിച്ച് തിരിച്ചു ഇവിടെ വന്നു. പിന്നെ ഞാൻ ഷെഡൊക്കെ പണിത് അവിടെ കിടന്ന് പിന്നെയും അതുപോലെ തന്നെ പറഞ്ഞ് പോയി ഞങ്ങൾ. അത് ഞാൻ അവിടെ ഒരു 1.5 ലക്ഷം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഭയങ്കര വിവാദമായിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇവിടെ നുണ പറയുന്നതാണ്, കോട്ടയത്ത് ഇവർക്ക് സ്ഥലവും പെരയുണ്ട്, ഇവിടെ നുണ പറയുന്നതാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. എനിക്കിവിടെ സ്ഥലത്തിന് ആൾക്കാർ പൈസ പിരിച്ചു തരുന്നു, അത് ഇവിടെ നുണ പറഞ്ഞുണ്ടാക്കാൻ എനിക്ക് കോട്ടയത്ത് വീട് സ്ഥലം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രക്ഷോഭമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ രേഖയൊക്കെ ഇരിപ്പുണ്ട്. അത് ശരിയാണ്. ഞങ്ങൾ ഉരുക്കി ഞങ്ങൾ രണ്ടുകൂടെ കഷ്ടപ്പെട്ട കുറച്ച് സ്വർണം മേടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ വിറ്റ് അമ്മച്ചി കുറച്ച് പെൻഷൻ കാശൊക്കെ കിട്ടി, അതെല്ലാം അമ്മ തന്നു. അങ്ങനെ ഞങ്ങൾ 1.5 ലക്ഷം രൂപയ്ക്ക് അവിടെ ഒരു വീട് 1,40,000 രൂപ കൊടുത്ത് അത്ര മതി എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ 1.5 ലക്ഷം രൂപ കൊടുക്കണം അവർക്ക്. ഞങ്ങൾ അന്നേരം എല്ലാം കൂടി വിറ്റപ്പോൾ 1,40,000. അപ്പോൾ
ബാക്കി 10 ഞങ്ങളുടെ പേരിലേക്ക് എഴുതുമ്പോൾ തരാമെന്ന് പറഞ്ഞുള്ള എഗ്രിമെൻ്റാണ് നമ്മൾ വെച്ചത്. എഗ്രിമെന്റിലാണ് നമ്മൾ അത് സ്ഥലം മേടിച്ചത്. പക്ഷേ നമ്മുടെ പേരിലേക്ക് ആക്കാൻ പറ്റില്ല. ഒരിക്കലും ആക്കാൻ പറ്റില്ല. നോ ട്രാൻസ്ഫർ സ്ഥലം ആ ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്കറിയാൻ പറ്റില്ല. നമ്മുടെ അടുത്ത് പട്ടയം ഒന്നും കാണിച്ചില്ല. പൈസ കൊടുത്തു തന്നെയാണ് എന്നെ പട്ടയം കാണിക്കുന്നത്. അതിൽ ഞങ്ങൾ ശരിക്കും ഒരു അടിയായി. ഇപ്പോഴും കാശ് തന്നിട്ടില്ല അവര്. അത് പൈസ തരുന്നതിന് വേണ്ടിയാണ് ഞാനിവിടെ പട്ടയം. എല്ലാവരും ചോദിച്ചത് എന്തിനാ നിങ്ങളുടെ പേര് സ്ഥലയിൽ പിന്നെ ഞങ്ങൾ നിങ്ങളുടെ പട്ടയം വരുന്നത്. അവർ എഴുതിക്കാൻ അവർക്കും അറിയില്ലായിരുന്നു തോന്നുന്നു. അറിയുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ആ സാധനം തരത്തില്ല. അവരുടെ ധാരണ ഇത് മാറ്റിക്കാന്നങ്ങാണ്ടായിരുന്നു തോന്നുന്നു. അപ്പം എൻ്റെ തന്നു. അപ്പം ഇത് പറ്റൂലാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പിന്നെ ഞാൻ കൊടുത്ത പൈസ തിരിച്ചു കിട്ടണ്ടേ. ഞങ്ങൾ ആ പട്ടയമായിട്ട് പോന്നു. എന്നാ പൈസ തിരിച്ചു പട്ടയം തിരിച്ചു കൊടുക്കുന്നു. നമുക്കത് വേണ്ട. പക്ഷെ അവിടെ നിന്ന് ഇപ്പം പുതിയൊരു വീട് വെക്കാനുള്ള ഒരു ശ്രമത്തിലെത്തി. അതിനെ കുറിച്ച് എന്താണ് പറയാൻ? കാരണം എന്താണ് സ്വന്തമായിട്ട് വീട് വെക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് ഇപ്പം ഒരു വീട് വെക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ അഡ്വാൻസ് കൊടുത്തിട്ടുള്ള വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. എന്താ പറയാനുള്ളത് ചേച്ചി? എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ആൾക്കാരെ സഹായിച്ച ഒരു 6 ലക്ഷം രൂപ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ 3 ലക്ഷം രൂപയാണ് ഞാനിപ്പോൾ അവിടെ കൊടുത്തേക്കുന്നത്. ബാക്കി പൈസ ഞാൻ കുറച്ച് സെറ്റാക്കി വെക്കുന്നുണ്ട്. എന്നാലും നമുക്കൊരു 2.25 ലക്ഷം രൂപ ഒക്കെ വരുമെന്ന് തോന്നുന്നു. പൈസ എമൗണ്ട് കൂടുതൽ. 2.25 ലക്ഷം രൂപ സെൻറ്റിന്. 5 സെൻറ്റ് സ്ഥലം വേണമല്ലോ. അപ്പോൾ അതിൻ്റെ പൈസ അറേഞ്ച് ആയിട്ടില്ല. അപ്പം ഞങ്ങളിപ്പോൾ യൂണിയൻ ബാങ്കിൽ പോയി കഴിഞ്ഞ ദിവസം ലോണിൻ്റെ കാര്യം സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് യൂട്യൂബ് ചെയ്ത പേയ്മെൻറ്റ് മാസം അടഞ്ഞു പോക്കുള്ളൂല്ലോ. അപ്പം അങ്ങനെ അത് സെറ്റായിരിക്കുന്നു. അപ്പം ഞങ്ങൾ പ്ലാൻ ചെയ്തേക്കണത്. അത് സ്ഥലം വാങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ഫിലോക്കലിയ ഫൗണ്ടേഷൻ എൻ്റെ അടുത്തൊരു വാക്ക് പറഞ്ഞ്, ഈ സ്ഥലത്തിൻ്റെ പ്രക്ഷോഭം വന്നപ്പോൾ ഞാൻ പേടിച്ചു കുഞ്ഞാൽ എനിക്ക് പെര വെച്ച് തരികയില്ലെന്ന് ഓർത്ത് ഞാൻ അത് വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ഫിലോക്കാലിയ ഫൗണ്ടേഷൻ വാക്ക് പറഞ്ഞാൽ മാറത്തില്ല, ഞങ്ങൾ സ്തുതിക്കൊരു പെര വെക്കാതെ പറഞ്ഞിട്ടുണ്ട്, വെച്ചിരിക്കുക. അത് ആരെന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് ആ ഒരു ധൈര്യത്തിരിക്കുന്നു. അപ്പം മിനിഞ്ഞാന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു എന്തായി സ്ഥലത്തിൻ്റെ കാര്യമെന്ന് ചോദിച്ചു. അപ്പോൾ സ്ഥലം മേടിച്ച ഉടനെ തന്നെ അവർ പെര കൊടുക്കുന്നത്. അത്രേ ഉള്ളൂ. എന്താ നമുക്ക് പറയാനുള്ളത്? കാരണം ഒരു വീടില്ലാത്തതിന്റെ പേരിൽ ഒത്തിരി കേട്ടിട്ടുണ്ട്. സ്കൂളിലൊക്കെ പോകുമ്പോൾ ഫ്രണ്ട്സ് എന്താ പറയാറുള്ളത്? വീട്ടിലൊക്കെ വരണം എന്നൊക്കെ പറയാറുണ്ട്. വീട്ടിലോട്ട് ഞാൻ വീട്ടിലോട്ട് വരട്ടെ എന്നൊക്കെ ചോദിക്കും. അപ്പൊ ഞാൻ പറയും വേണ്ട അവിടെ മൊത്തം ചെളിയാണ്, നിങ്ങൾ വന്നാൽ ശരിയാവില്ല, അങ്ങനെയാണ് ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒഴിവാക്കി വിടും. അപ്പൊ എന്റെയും കുഞ്ചന്റെ ഒക്കെ ഒരു വലിയ ആഗ്രഹമാണ് ഒരു വീട് വേണമെന്ന്. അപ്പൊ അതൊന്ന് ശരിയായി കിട്ടണം. അത്രേ ഉള്ളൂ. ശരിയാണ്. പിന്നെ ഇത്രയൊക്കെ എത്തിയില്ലേ? അതെ, കാരണം ഇവർക്ക് രണ്ടുപേരും കുഞ്ഞിലെ മുതലേ കണ്ടു തുടങ്ങിയത് ആ ഒരു പഴയ വീടാണ്. അവര് ജനിച്ചപ്പം ഒരു ദാരിദ്ര്യവും കഷ്ടപ്പാടും അവര് കണ്ടുകൊള്ളുന്നത് ആണ്. പക്ഷെ ഈ മക്കൾ എപ്പോഴെങ്കിലും ഇങ്ങനെയാണ്, എന്തുകൊണ്ട് നമ്മൾ ഇങ്ങനെ ആയി എന്നെപ്പോഴെങ്കിലൊക്കെ രണ്ടുപേരും ചോദിക്കാറുണ്ടോ? ഞങ്ങളൊന്നും ചോദിക്കത്തില്ല. ആണ്. ഇവരൊരു പ്രത്യേക ക്യാരക്ടർ, ആർക്കത് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. നമുക്ക് വിഷമമാകുമോ എന്ന് ഓർത്തിട്ട് ഒന്നും മിണ്ടത്തില്ല. അതാണ്. പക്ഷെ ഞങ്ങൾ അങ്ങനെ ഒട്ടുമില്ല എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് കൊണ്ടുപോകാതെയോ അങ്ങനെയൊന്നുമല്ല. ഞങ്ങൾ വർഷത്തിലൊക്കെ ചേട്ടാ പൈസയൊക്കെ 500 രൂപ 100 രൂപ വെച്ച് കൂട്ടി വെച്ചൊക്കെ ഞങ്ങൾ അത്യാവശ്യം വാഗമണ്ണ്, അതിരമ്പള്ളി അങ്ങനെ ചെറിയ ടൂറൊക്കെ കൊണ്ടുപോകുമായിരുന്നു. അതുപോലെ അത്യാവശ്യം പുറത്തൊക്കെ പോയി ഒരു ബിരിയാണി കഴിക്കും. അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷെ അവർ ഉദ്ദേശിക്കുന്ന അങ്ങനെ അല്ലല്ലോ. അവരുടെ കൂട്ടുകാരൊക്കെ ഭയങ്കര ഹൈയിലൊക്കെ കാണിക്കുമ്പോൾ അതിൻ്റെ ഒരു അംശം അത് ഞങ്ങളെ കൊണ്ട് നടന്നിട്ട്. അത്രേ ഉള്ളൂ. പഠിക്കാനൊക്കെ ശരിക്കും മക്കളെ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? രണ്ടുപേരും 10ലാ പഠിക്കുന്നത്. പഠിക്കാനൊക്കെ എങ്ങനെയാ? മിടുക്കരാണോ? അത്ര വലിയ ഹൈ ഒന്നുമല്ല, എങ്കിലും ആവറേജ് അത്രേ ഉള്ളൂ. ആണ്. ശരിക്കും അമ്മയുടെയൊക്കെ ഈ കഷ്ടപ്പാട് കൊണ്ട് വളർന്ന 2 മക്കളാണല്ലോ നിങ്ങൾ. അപ്പൊ ഒരാളെ നമ്മൾ ഇതിൽ മിസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താവണം എന്നാണ് ആഗ്രഹം? നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും 2 സഹോദരങ്ങൾ പറഞ്ഞിട്ടുണ്ടോ നമുക്ക് എന്താവണം എന്നുള്ള കാര്യങ്ങൾ? കാരണം ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ എത്തി. എന്താ പറയാനുള്ളത്? എനിക്ക് പഠിച്ച് ഒരു ഡോക്ടറാകണം. അവൾക്ക് എന്തൊരു എയർ ഹോസ്റ്റസ് അങ്ങാണ്ടാകണം എന്നൊക്കെയാണ് ആഗ്രഹം. ആണ്. കാരണം നമ്മള് എന്താണ് മക്കളുടെ ആഗ്രഹത്തിന് നിൽക്കുക എന്ന് പറയുന്ന അത് വലിയൊരു കാര്യമാണ്. ഇപ്പൊ അമ്മയൊക്കെ എല്ലാ കാര്യങ്ങളും ഇപ്പം എനിക്ക് തോന്നുന്നു ചേച്ചി ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ മക്കൾക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ടെന്ന്. അതിന് ഏറ്റവും ഉദാഹരണമാണ് ചേച്ചി മക്കൾക്ക് വേണ്ടിയിട്ട് കമ്മല് മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞത്. ഞാനല്ല വാങ്ങേ, ചേട്ടായി. അത് തന്നെ. അത് അച്ഛനും അമ്മയും ആണല്ലോ അവർക്ക് എല്ലാം. അപ്പൊ വാങ്ങിച്ചു കൊടുക്കാന്ന് പറയുമ്പോ പാരന്റ്സ് അങ്ങനെ കൊടുക്കാന്ന് പറയുമ്പോ ശരിക്കും അത് എക്സ്പെക്ട് ചെയ്തിട്ട് സർപ്രൈസ് ആയിട്ടുണ്ടായിരുന്നില്ലേ? ഭയങ്കര സർപ്രൈസ്. ഞങ്ങള് ഇവിടെ ഇരിക്കണായിരുന്നു. അപ്പൊ അമ്മ വേഗം കൊണ്ട് തന്നപ്പോ ഇതായി പോയി, ഷോക്കായി. പെട്ടെന്നൊരു സ്വർണ്ണക്കമ്മൽ എന്നൊക്കെ പറയുമ്പോ ഒരു ഇതല്ലേ. അപ്പൊ ഞങ്ങൾ വേഗം കിട്ടിയപ്പോ കൊറേ സന്തോഷമൊക്കെ ആയി.
അന്നും ഭയങ്കര കരച്ചിലായിരുന്നു. ഇവരെ ഇപ്പൊ എല്ലാരും ചോദിക്കും സുധി ഇത് പറഞ്ഞ് കരയിക്കുന്നതാണ്. അല്ല, ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം നേരിട്ട് കണ്ടപ്പോ മനസ്സിലായി ഞാൻ എന്തെങ്കിലും പറയണ്ട ഇവിടെ നിന്ന്. ഇല്ല. പക്ഷെ അവരങ്ങനെയാണ്, പെട്ടെന്ന് സങ്കടം വരുന്ന കൂട്ടം, പെട്ടെന്ന് കണ്ണ് നിറയുന്ന കൂട്ടത്തില് ആണ്. പക്ഷെ അമ്മയുടെ കണ്ണും നിറയും, പക്ഷെ അമ്മ അത് ആരെയും കാണിക്കാതെ അമ്മ ഇങ്ങനെ ഉള്ളിൽ അടക്കി പിടിച്ചിരിക്കുകയാണ്. ശരിക്കും ഇപ്പം വയസ്സറിയിച്ചപ്പോഴും അങ്ങനെ അധികം ഒന്നും നമുക്ക് മക്കൾക്ക് വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. അതിലൊക്കെ എനിക്ക് ഒത്തിരി വിഷമമുണ്ട്. ആ സമയത്ത് പോലും സഹകരിക്കാതൊക്കെ വന്നപ്പോ എനിക്ക് വിഷമമൊന്നും നിൽക്കുന്നു. അതൊക്കെ എനിക്ക് പിന്നെ ആരും ഇല്ലാത്തതുകൊണ്ടായിരിക്കും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത്. പിന്നെ എനിക്ക് ആരും വെച്ചാൽ ചേട്ടായുടെ ആൾക്കാരല്ല എൻ്റെ ആൾക്കാരാട്ടോ. ഞാൻ അങ്ങനെ കാണുന്നത്. എനിക്ക് ചേട്ടായിക്ക് വ്യത്യാസമായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ചേട്ടായുടെ അപ്പച്ചിയുടെ മക്കളെ ഒന്നും ഞാൻ ഒരുത്തരെയും മിസ് ചെയ്യത്തില്ല. എല്ലാരും എൻ്റെ ഇപ്പോഴും എൻ്റെ കൂടെ തന്നെയുണ്ട്. ഈ സ്റ്റാൻഡപ്പില് മീൻസ് ഈ എന്താണ് ഈ ഷോസ് ഒക്കെ കണ്ടു തുടങ്ങിയപ്പോ അവരൊക്കെ എന്താ പറഞ്ഞത്? ഈ സ്റ്റാൻഡപ്പ് കോമഡി ഒക്കെ ചേച്ചിയുടെ കണ്ടു തുടങ്ങിയപ്പോ എന്താ പറഞ്ഞത്? ആരാ? ചേട്ടന്റെ ബന്ധുക്കളൊക്കെ അവരെ പറ്റിയല്ല, അവരുടെ വീട്ടിലെ ഒരാളുടെ വീട്ടിലാവുന്ന കണ്ടെത്തുന്നു. ആണ് അവരുടെ വീട്ടിൽ ടി വി. ഞാൻ ചേട്ടായുടെ സ്വന്തം വീട്ടില് അവരങ്ങനെ പുറലോകം കാണാത്ത തന്നെ സംഭവം ഒന്നും അറിയില്ലല്ലോ. അപ്പോ അച്ഛനും അമ്മയ്ക്കും ഓരോരുത്തർ പറയുന്നല്ലേ അറിയുള്ളൂ. അപ്പൊ ഞാൻ അവരെന്തോ കുറ്റവാക്കി പറഞ്ഞു എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോൾ ബുദ്ധിമുട്ടുണ്ടെന്നു അത് ഏത് മനുഷ്യർക്കും തോന്നുമല്ലോ. ഇപ്പൊ എൻ്റെ ഭാഗം തെളിയിച്ചാണെങ്കിൽ പോലും, അല്ലെങ്കിൽ എൻ്റെ വിഷമമാണ് ഞാൻ അവരെ പറയുന്നെങ്കിൽ പോലും അത് അവരെയാണല്ലോ പറയുന്നത്. അത് ഒരാളും രണ്ടാളും കാണുന്ന പ്രോഗ്രാം അല്ലല്ലോ. അതൊന്നും ചിന്തിക്കാനുള്ള മൂള എനിക്കുണ്ടായിരുന്നില്ല. ഈ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരുമ്പം ഏറ്റവും കൂടുതൽ വായിക്കുന്ന ആരാ? ഞാന് ഉറക്കളച്ചൊക്കെ ഇരുന്ന് വായിക്കും ഇതെല്ലാം വരുന്ന കമന്റ്സ്. ഒരാളെ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, സുധി ചേച്ചി ഇത് എന്നാ ഞങ്ങളുടെ കമന്റൊക്കെ വായിക്കാവോ എന്നൊരു കമന്റ്. അപ്പോൾ അതിന്റെ മറുപടി ആയിട്ട് ഒരാൾ എന്ന് എഴുതിയേക്കുന്നത്, സുധി ഒരു കമന്റ് പോലും വിടാതെ വായിക്കുന്ന ഒരാളാണ്. കാരണം ഞാൻ കണ്ടു എന്നറിയിക്കാൻ ഞാൻ ഒരു ലൈക്കും കമന്റും ഒക്കെ കൊടുക്കും. ആണ് ശരിക്കും വായിച്ചപ്പോ അതിൽ ഏറ്റവും വിഷമം തോന്നിയൊരു കമന്റ് ഉണ്ടാ? വിഷമം തോന്നിയൊരു കമന്റും സന്തോഷം തോന്നിയൊരു കമന്റ് ഉണ്ടാ? സന്തോഷം തോന്നിയ കമന്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, കലാഭവമണി ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഇന്ന് സുധിമോളെ ചേർത്ത് പിടിക്കുമായിരുന്നു, അവൾക്കൊരു ജീവിതം ഉണ്ടാകുമായിരുന്നു, അവൾക്കൊരു വീട് പണ്ടേക്ക് ഉണ്ടാകുമായിരുന്നു എന്നൊരു കമന്റ് ഉണ്ട്. ശരിയായിരിക്കണം. ഞാൻ ഭയങ്കര ഫാനാണ് പുള്ളിയുടെ. അപ്പൊ എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് ശരിയായിട്ടുള്ളൊരു കാര്യം. കാരണം മണിച്ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ, മണിച്ചേട്ടൻ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ചെറിയ കാര്യങ്ങളൊന്നുമല്ല അല്ലേ? ഇപ്പം പല വീഡിയോസിൽ നമ്മൾ കാണാറുണ്ട്. എന്നെ വൺ ഓഫ് ദ ഫേവറേറ്റ് ആക്ടർ ആണ് അതെന്ന് പറയുന്നത്. ആ ഒരു വേർപാട് ഭയങ്കര മനസ്സിലേക്ക് കിടപ്പുണ്ട്. പുള്ളി ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഉറപ്പായിട്ടും സുധി ചേച്ചിക്ക് ഒരു വീട് ഉണ്ടായാലും. തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എനിക്ക് ആ മനുഷ്യൻ അത്രയ്ക്കും ഇഷ്ടമായിരുന്നു. അത് ഒന്നും സന്തോഷം തോന്നിയത്. പിന്നെ പിന്നെ അത് തന്നെ ഇങ്ങനെ പറയുന്നുണ്ട്, എത്ര ഉയരത്തിൽ ചെന്നാലും വന്ന കഷ്ടപ്പാട് പറയുന്ന ഒരാള് കലാഭവമണിയാണ്, അതിനുശേഷം സുധിമോളാണെന്ന്. ആ കമന്റൊക്കെ എനിക്ക് സന്തോഷം തോന്നിയിട്ടുണ്ട്. പിന്നെ സങ്കടം തോന്നിയേക്കുന്നത്, ഞാൻ നുണച്ചിയാണ്, കള്ളിയാണ്, ഇവർക്ക് നാണമില്ല ദാരിദ്ര്യം പറഞ്ഞ് ജീവിക്കാൻ, ഇവള് കുഞ്ഞുങ്ങളെ കാണിച്ചാണ് ജീവിക്കുന്നത്, കാശുണ്ടാക്കുന്നത്, അങ്ങനെയൊക്കെ പറയുന്നത് വിഷമം തോന്നാം. ശരിക്കും ഈ പറയുന്ന ആൾക്കാർക്ക് ശരിക്കും സുധി ചേച്ചിയുടെ ലൈഫ് എന്താണെന്ന് അറിയാത്ത ആൾക്കാരായിരിക്കും അല്ലേ രതീഷേട്ടാ? അപ്പൊ ഈ കമന്റ് കാണുമ്പോ എന്താ തോന്നുന്നത്? എടുത്ത് കരയാറൊക്കെ ഉണ്ടോ? ഈ കമന്റ് ഒക്കെ ഇങ്ങനെയാണ്, എന്തിനാ ഇങ്ങനെ ആൾക്കാരൊക്കെ പറയണെന്നൊക്കെ പറഞ്ഞു അല്ലെ? എന്തിനാ ഇങ്ങനെ എല്ലാ ഇമോഷൻസും ചിരിയിലൂടെ കാണിക്കുന്ന എന്തിനാ? ഞാൻ പറഞ്ഞത് നമ്മൾ ആരെ കരഞ്ഞു കാണിച്ചാൽ, ഇപ്പൊ തന്നെ ഞാൻ കരയാതെ തന്നെ പറയേണ്ട ആൾക്കാർ അതെ അവള് സഹതാപം പിടിച്ചു പറ്റാതാണ്. അപ്പൊ ഞാൻ കരഞ്ഞതിനെ വിളിച്ച് കാണിക്കുമ്പോൾ പിന്നെ എൻ്റെ അമ്മച്ചി എന്നെ പഠിപ്പിച്ചൊക്കെ ഒരു കാര്യം വെച്ചാൽ, എൻ്റെ അമ്മ ചെറുപ്പത്തിൽ ഞാനുണ്ടായ അന്ന് എൻ്റെ മുഖം പോലും കാണാതെ പോയ ഭർത്താവിന് ഒരു കുറ്റവോ കുറവോ ഒന്നും പറയാതെ ചിരിച്ച മുഖത്തോടെ കൂടി നേരിട്ടൊരാളമ്മ. അമ്മയുടെ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ ഇപ്പം എനിക്ക് രേഷ്യേട്ട ഉണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്ത് പറയാം. അല്ലെങ്കിൽ ചേട്ടായുടെ അപ്പച്ചിയുടെ മക്കളെല്ലാവരും ഉണ്ട്. എൻ്റെ അമ്മയ്ക്ക് ആരും ഇല്ലായിരുന്നു. എൻ്റെ അമ്മച്ചിക്ക് ആരും ഇല്ലാതെ ഒറ്റയ്ക്ക്, കാരണം അമ്മയുടെ ആൾക്കാരും ഇല്ല, അച്ഛൻ്റെ ആൾക്കാരും ഇല്ലാതെ ആ കോളനിക്കകത്ത് 2 പൊടി കുഞ്ഞുങ്ങളായിട്ട് തെണ്ടി വളരുന്ന ഒരു സ്ത്രീയുടെ അവസ്ഥ ഏകദേശം അങ്ങനെ വളർന്നവർക്കറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ചിരിച്ച മുഖം കണ്ട് വളർന്നുകൊണ്ടായിരിക്കണം എത്ര കഷ്ടപ്പാടിലും അമ്മ ചിരിച്ചുകൊണ്ട് നേരിടുമായിരുന്നു. എൻ്റെ അമ്മ ഈ ലോകത്തിലൊരു പോരാളിയായിരുന്നു. കാരണം അമ്മച്ചിയെപ്പോലെ അമ്മച്ചി മാത്രമേ ഉള്ളൂ. കാരണം ഞാൻ പല പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട് എൻ്റെ അമ്മ ആ സിറ്റുവേഷനുകളൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്ത് കാണും
എന്നോർത്തിട്ട് ഞാൻ അഭിമാനിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു അമ്മയുടെ മകളായി ജനിക്കാൻ പറ്റിയില്ല ഒന്ന്. പിന്നെ വേറൊരു കമൻറ്റ് എന്നെ വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാനീ പറഞ്ഞ ത്രേസ്യം അനിത എന്നൊക്കെ പറഞ്ഞ കുറച്ച് ടീം തിരുവഞ്ചൂരുള്ള കുറച്ച് ആൾക്കാർ കമൻറ്റ് ഇട്ടേക്കുന്നു, നീ നുണച്ച് കയറ്റിയിട്ട് നിൻ്റെ അമ്മയ്ക്ക് നീ വെള്ളം കൊടുത്തിട്ടുണ്ടോ എന്ന്. പക്ഷേ എൻ്റെ അമ്മച്ചിനെ ഞാൻ പൊന്നു വെള്ളം നോക്കിയിട്ടുണ്ട്. അതെനിക്ക് 100% അമ്മ മരിക്കുന്നതും എൻ്റെ മടിയിൽ കിടന്ന് അമ്മ മരിക്കുന്നത്, എൻ്റെ തലേ കൈ വെച്ച് അനുഗ്രഹിച്ച അമ്മ പോയി. ആ ഒരു അനുഗ്രഹമാണ് ഞാൻ ഇന്ന് ഇവിടെ വന്ന് നിൽക്കുന്നത്. അതെനിക്ക് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ അമ്മേനെ ഞാൻ ഇന്ന് വരെ ഒന്നും പറഞ്ഞില്ല. എനിക്ക് എൻ്റെ ജീവൻ എൻ്റെ അമ്മച്ചി. ഇപ്പോഴും ഞാൻ ചില പാട്ടുകളൊക്കെ കേൾക്കുമ്പം അമ്മനെ മിസ് ചെയ്യും. എനിക്ക് അതുകൊണ്ട് തന്നെ അമ്മമാരോട് അച്ഛന്മാരോട് ഭയങ്കര ബഹുമാനമാണ്. എനിക്ക് ആ സ്നേഹം കിട്ടാതെ വളർന്ന ഒരാളായതുകൊണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, എന്നെ എന്തൊക്കെ ദ്രോഹിച്ചിട്ടുണ്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാലും ജയശ്രീയുടെ അച്ഛനമ്മനെ ഞാൻ നോക്കും. കാരണം ആ മനുഷ്യനെ എനിക്ക് കിട്ടിയത് അവർ കാരണമാണ്. അതുകൊണ്ട് ഞാൻ നോക്കും. അവരെ തള്ളിക്കളയത്തില്ല, ഒരു ഘട്ടത്തിൽ തള്ളിക്കളയത്തില്ല. ഇപ്പം ഒരു വാശിപ്പുറത്ത് നിൽക്കുന്നതാകും. ഇതൊക്കെ തെറ്റിദ്ധാരണയൊക്കെ മാറി എന്നെ മോളെ എന്ന് വിളിച്ച് എന്നെ സ്നേഹിക്കുന്നുണ്ട് സമയം വന്നാൽ തീർച്ചയായിട്ടും ഞാൻ അവരെ നോക്കും. അവർ കിടന്നാൽ അവരെ എങ്ങനെ വേണം കിടപ്പ് കിടന്നാലും ഞാൻ മലവും മൂത്രം എടുത്തിട്ടാണെങ്കിലും ഞാൻ നോക്കും. അതിന് 100% ഉറപ്പാണ്. എൻ്റെ കുഞ്ഞ് അങ്ങനെ ഞാൻ ചെയ്താലാണ് എൻ്റെ കുഞ്ഞുങ്ങൾ എന്നെ നോക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ അമ്മനെ കണ്ട് വളർന്ന ഒരാളാണ്. അതുകൊണ്ടാണ് അമ്മച്ചി എത്ര സങ്കടം വന്നാലും കരച്ചിൽ വന്നാലും എത്ര ഞാൻ ഇത് മീഡിയയുടെ മുന്നിൽ പറയാൻ ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷൻ പോലെ എൻ്റെ അമ്മച്ചി കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ അമ്മ ചിരിച്ചോണ്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഇങ്ങനെ ചോര ഉണ്ടായ കുഞ്ഞിനെ പ്രസവിച്ചിട്ട് കുളിപ്പിക്കുക പോലും ചെയ്യാതെ 7-8 ദിവസം അമ്മനെ കുളിപ്പിക്കാൻ പറ്റാതെ കിടന്ന് അമ്മ വീട്ടിൽ കിടന്നാണ് പ്രസവിക്കുന്നത്. ആ ചീഞ്ഞ് മണത്ത് ജീവിച്ച ഒരാളുണ്ട്, പുഴുത്ത് ജീവിച്ച ഒരാളുണ്ട്. ഞങ്ങൾക്കൊന്നൊരു ഉടുക്കൊരു തുണി പോലും ഇല്ലാതെ അമ്മ ഇങ്ങനെ അരിന്തുണി പൊതിഞ്ഞ് ഈ തെണ്ടി നടന്ന സമയത്തൊക്കെ അമ്മ ഇങ്ങനെ ഒരു പെണ്ണ നൽകി. അമ്മക്ക് 10-25 വയസ്സുള്ള സമയത്തൊക്കെ ആ സമയമൊക്കെ അമ്മ ഞങ്ങളെ ജീവിച്ച് വളർത്തിയത് എൻ്റെ അമ്മയുടെ മോൻ കൊണ്ട് വളർന്ന ഞാൻ. എൻ്റെ അമ്മയുടെ പാത പിന്തുടരുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് വിഷമം വന്നാലും പൊട്ടിക്കരയാനൊക്കെ എനിക്കറിയാം. പക്ഷെ ഞാൻ അങ്ങനെ ഒന്നും ആരുടെടുത്തും കാണിക്കത്തില്ല. കരയണത് തോന്നിയാൽ ഞാൻ ഒറ്റയ്ക്കാണ് കാര്യം, പാവോട്ട് കാര്യം, അത്രേ ഉള്ളൂ. ഇവിടെ ചേട്ടായി വരും മാത്രം. ഒരാളുടെ മുന്നിൽ ഞാൻ ഇന്നുവരെ എനിക്ക് പട്ടിണിയാണ്, ദുരിതമാണ്, കഷ്ടപ്പാടാണ്, എനിക്ക് എന്തെങ്കിലും തരണേന്ന് പറഞ്ഞാൽ ഇന്നുവരെ കൈ നീട്ടിയിട്ടില്ല. കാരണം ചെറുപ്പത്തിൽ കൈ നീട്ടിയിട്ടുണ്ട്, ഇപ്പോൾ നീട്ടിയിട്ടില്ല. പക്ഷെ എല്ലാവരും അറിഞ്ഞ് എനിക്ക് സഹായിക്കുന്നു. അതിനാൾക്കാർ കുറഞ്ഞ് ഞാൻ തെണ്ടി ജീവിക്കുന്നു. അതൊക്കെയാണ് എനിക്ക് വിഷമം ഉണ്ടാക്കിയിട്ടുള്ളത്. ചേച്ചി, ഇപ്പം ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അപ്പം ശരിക്കും എന്താണ് പറ്റിയത്? അത് ശരിക്കൊന്ന് പറയാം. കാരണം ഞങ്ങൾ കഴിഞ്ഞ ദിവസം തൈക്കാട്ടുശ്ശേരി ഒരു പാർക്കിൽ പോയപ്പോൾ ഒരു പുള്ളി എന്നോട് വന്ന് ചോദിച്ചു, ഞാൻ മോളുടെ വീഡിയോസ് എല്ലാം കാണുന്നതാണ്, വിശ്വസനീയമല്ല ഇത്, അതുകൊണ്ട് ഞാൻ ചോദിക്കുക, നീ ഉടായ്പ ഇറക്കിയതാണോ, നീ ആ വൈദ്യന് വേണ്ടി പ്രമോഷൻ ചെയ്തതാണോ എന്ന് ചോദിച്ചു. ശരിക്കും പറയാം, പ്രമോഷൻ ഒന്നും അല്ല, അത് നടുവ് വീണിട്ട് ഡിസ്ക് പൊട്ടിപ്പോയി. നമ്മൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞ് കമ്പി എന്തോ ഇട്ടിട്ട് അല്ലേ അത് MRI എടുത്ത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അകന്നിരിക്കുകയാണ്, അത് ഓപ്പറേഷൻ ചെയ്താലേ ഉറപ്പില്ല, ഒന്നെങ്കിൽ കിടന്നു പോകും, തളർന്നു പോകുന്ന തന്നെ തീർത്ത് പറഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ് ചെയ്യണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പൊ ആ ഷെഡാണ്, അപ്പൊ അങ്ങോട്ട് ഉള്ളന്ന് എടുത്തേണ്ട അങ്ങനെ കൂടെ പോയി. അപ്പൊ അങ്ങനെ അളിയന്റെ വൈഫ് ഹൗസിലേക്കാണ് ഇവിടെ കൊണ്ടുപോയത്. അവിടെ ചെന്ന് ആംബുലൻസിലാണ് കൊണ്ടുപോയിരുന്നു. അവിടെ കിടത്തി അന്ന് രാത്രി അവരുടെ അമ്മാവൻ ഒരാൾ ഇവിടെ കാണാൻ വന്നത്. അങ്ങനെ പുള്ളിക്കാരനാ പറഞ്ഞ, മോനെ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, ഞങ്ങളുടെ അമ്മക്ക് ഇങ്ങനെ സംഭവിച്ചിട്ട് കൊണ്ടുപോയിട്ട് മാറിയതാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു ബുക്ക് ചെയ്യണമെന്ന് ചോദിച്ചാൽ വേണ്ട, നമുക്ക് നാളെ പോകാന്ന് പറഞ്ഞു. പുള്ളിയും കൂടി വരാന്ന് പറഞ്ഞു. അപ്പൊ വഴി അറിയാൻ പറ്റില്ല. അങ്ങനെ പിന്നെ അവിടെ ഒരു ആംബുലൻസുകാരനെ വിളിച്ച്, ആ ആംബുലൻസുകാരെന്ന് വെച്ചാൽ അവിടെ 17 വർഷമായിട്ട് ആൾക്കാരെ കൊണ്ടുവരുന്ന സ്ഥലം ആംബുലൻസുകാർ. അയാളെ തന്നെ വിളിച്ചത്. അയാൾ ഒരു 5 മണിയാകുമ്പോൾ വീട്ടിൽ വന്നു. പുള്ളി ഞങ്ങളെല്ലാം കൂടെ എടുത്ത് വണ്ടി കയറ്റി കൊണ്ടുപോയി അവിടെ കൊണ്ടേ കാണിച്ചിട്ട് നോക്കി. നമ്മൾ 4-5 പേരും കൂടി എടുത്താണ് അവിടെ കൊണ്ടൊക്കെ കിടത്തിയത്. അവര് അയാൾ നോക്കി ചെന്നാൾ പറഞ്ഞൊരു 10 വയസ്സുള്ളിൽ നടത്താന്ന് പറഞ്ഞ ആളെ. അയാളാ പറയണത് എല്ല് പൊട്ടി അകന്നിരിക്കും, നട്ടല് പൊട്ടി അകന്നിരിക്കുന്ന പുള്ളിയാ പറയണം. ഇവിടെ ഡോക്ടർ എന്നോട് പറഞ്ഞൊന്നുമില്ല, റെസ്റ്റ് എടുത്തോ മാറിക്കോളൂ എന്നാ പറഞ്ഞു. ആ പുള്ളിക്കാരൻ നോക്കിയിട്ട് എക്സ്റേ എടുത്ത് നോക്കിയപ്പോഴാണ് പറയണത് ഈ പൊട്ടി അകന്നിരിക്കണം. ശരിക്കും അത് കേട്ടപ്പോ എന്താ ചേച്ചി തോന്നുന്നത്? കാരണം ലൈഫ് ഇങ്ങനെ വഴിമുട്ടി നിൽക്കുകയാണ്. വഴിമുട്ടി എന്റെ അമ്മ ആ സമയത്തെന്ന് വെച്ചാൽ ഒരു ഇത് അന്നേരം ഏകദേശം നമ്മൾ യൂട്യൂബൊക്കെ ചെറുതായിട്ട് രക്ഷപ്പെട്ടു പേയ്മെന്റ് എന്റെ അക്കൗണ്ടിൽ വന്ന ടൈം. അതെനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഞാൻ തീർന്ന്, എന്റെ പ്രതീക്ഷയെല്ലാം തീർന്ന്. ഞാൻ നടന്നാലല്ലേ നടക്കുകയുള്ളൂ. എന്റെ പ്രതീക്ഷയെല്ലാം തീർന്ന്, ജീവിതം തീർന്ന് തന്നെ ഞാൻ ഉറപ്പിച്ച്. മെഡിക്കൽ കോളേജ് ചിലപ്പോൾ അവർ കൈ ഒഴിഞ്ഞപ്പോൾ ഉറപ്പിച്ച് ഞാൻ കരയുന്ന വീഡിയോ എന്നിട്ട് ഞാൻ കിടന്നുകൊണ്ട് തന്നെ വീഡിയോ ഇടുമായിരുന്നു. യൂട്യൂബിൽ കിടന്നുകൊണ്ട് തന്നെ വീഡിയോ ഇടുമായിരുന്നു. അപ്പോഴൊന്നും ഞാൻ കരഞ്ഞുകൊണ്ടൊന്നും വീഡിയോ ഇട്ടില്ല, സന്തോഷത്തോട് തന്നെ വീഡിയോ ഇട്ടു. പക്ഷെ ഞാൻ അത് ഓഫാക്കുമ്പോൾ കരയും, പക്ഷെ അത് കഴിയുമ്പോൾ
ഇതാവും. പക്ഷേ അവിടെ നിൽക്കുന്ന നടത്തുന്ന ചികിത്സ നമുക്ക് ശരിക്കും വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല. ഒന്നേന്ന് മുതൽ വീഡിയോ ഓണാക്കി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എടുത്താലാണ് ജനത്തിന് വിശ്വാസം വരത്തുള്ളൂ. ഞാൻ അങ്ങനെ കാണിക്കുന്നില്ലല്ലോ. അപ്പൊ പെട്ടെന്ന് അങ്ങോട്ട് വലിയ എന്തൊക്കെയോ കാണിച്ച് കഴിഞ്ഞിട്ട് അത് മാത്രമല്ല, ഈ 10 വയസ്സ് കൊണ്ട് 10-15 വയസ്സ് കൊണ്ട് 10 വയസ്സ് കൊണ്ട് നടന്നെന്ന് ആരും വിശ്വസിക്കാം. പക്ഷെ അത് ഞാൻ ഡയറക്റ്റ് കണ്ടെടുത്തു. കാരണം അത് അവിടെ പോയി ചികിത്സിച്ചവർക്ക് അറിയാൻ പറ്റും ശരിയാണോ തെറ്റാണോ നുണയാണോ. അവിടെയൊക്കെ ഒടിഞ്ഞു പോയ സാധനം എത്ര വർഷം കഴിഞ്ഞാലും അവർ ഒന്നുകൂടെ പിടിച്ച് ഒടിച്ചിട്ടൊക്കെ ശരിയാക്കി വരും. കമ്പം ഭയങ്കര കൈപ്പുണ്യുള്ള സ്ഥലമാണ്. എന്റെ അനുഭവമാണ്. ഇപ്പൊ തന്നെ എന്നെ വിളിച്ച് എല്ലാ ദിവസവും ഒരു ദിവസമെങ്കിലും എല്ലാരും വിളിച്ച് ഒരാളെങ്കിലും വിളിച്ച് ചോദിക്കും അവരുടെ നമ്പർ തരാമോ. നമ്മള് വിശ്വസിച്ചാ ഇവള് തളർന്നു എന്നെ വിശ്വസിച്ച് പോയ 5-10 പേര് ശരിയായിട്ടുണ്ട് അല്ലേ. നമ്മള് ശരിക്കും കണ്ടതാണ് ആ ചികിത്സയും കാര്യങ്ങളും. 10 വയസ്സ് എന്നോട് 10 വയസ്സാ പറഞ്ഞത്. അത് പിള്ളേർ 10ാമത്തെ വയസ്സ് കൊണ്ടുവരാൻ പറഞ്ഞു. അന്നും ഞങ്ങൾ ഈ ആംബുലൻസിലാണ് പോണത്. ആംബുലൻസ് ചിലവ് ഭയങ്കര കൂടെ അവിടം വരെ എത്തണേ. ഈ ആംബുലൻസ് പോയിട്ട് ആ 10ാമത്തെ തേതി വന്നപ്പോൾ ഇവിടെ നടത്തിച്ചാൽ എഴുന്നേറ്റ് ആ സിറ്റുവേഷൻ നമ്മളെ മരിച്ചു പോട്ട് ഉയർത്തിരുന്നേക്കും പോലത്തെ ഒരു ജീവിതമായിരുന്നു എന്റെ തിരിച്ചു വരവ്. മറക്കാൻ പറ്റത്തില്ല. അത് ഭയങ്കര പിന്നെ വീടെടുത്തെന്നൊക്കെ പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച ഇവിടെ വീണായിരുന്നു. ഞാൻ വീണു. ഞാൻ അടിച്ചേരി വീണെന്ന് പറയുന്നുണ്ട്. പക്ഷെ ദൈവം കാത്തു, ഒന്നും പറ്റിയില്ല. കാരണം ഇപ്പം നമ്മള് മക്കളിലേക്ക് പോവാണെങ്കിൽ മറ്റൊരാൾ മാറി ഇപ്പം വേറൊരാൾ വന്നിരിക്കുകയാണ് ഇവിടെ. സുധി ചേച്ചിക്ക് സുധി ചേച്ചിക്ക് ട്വിൻസ് ആണ്, അമീഷയും അതുപോലെ അനീഷയും അല്ലേ. അപ്പൊ എനിക്ക് തോന്നുന്നു അമീഷയാണ് എനിക്ക് പോയത് തോന്നുന്നുണ്ട്. ഷിഫ്റ്റ് ആണ്. കാരണം ഒരെണ്ണം പോകുമ്പോ ഒരെണ്ണം വരികയാണ്. കാരണം ഈ രണ്ടെണ്ണത്തിന് ഇടക്കുള്ള ഒരു പീസ് ഭയങ്കര ഇടങ്ങേറാണ്. അതുകൊണ്ട് അതിനെ മേയ്ക്കാണ്ട് ഒരാൾ പുറത്തോട്ട് പോകും. ആദ്യം അമീഷയായിരുന്നു, അവള് പുറത്തു പോയി. അനീഷയാണ്. അപ്പൊ അനീഷയോട് എനിക്ക് ചോദിക്കാനുള്ളത്, വീട് സ്വന്തമായിട്ടൊരു വീട് വെക്കുകയാണ് അച്ഛനും അമ്മയും, എന്താണ് മോന് പറയാനുള്ളത്? സന്തോഷമുണ്ട് വീട് വെക്കണേല്. ഇപ്പം അമീഷ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വന്തമായിട്ടൊരു വീടില്ലാത്തപ്പോൾ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ വീട്ടിലേക്ക് വരണം, അപ്പം വരണ്ടെന്നൊക്കെ പറയും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും ഭയങ്കര ഒരു വിഷമം. ഒരാൾക്കൊരു വീടില്ലാന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയൊരു കുറവ് തന്നെയാണ് ശരിക്കും. എന്താ മോന് പറയാനുള്ളത്? ഇന്നും കൂടി പറഞ്ഞുള്ള കൂട്ടുകാര് ഞങ്ങൾ എന്നിട്ട് വീട്ടിൽ വരട്ടെ എന്നൊക്കെ. പക്ഷെ ഇങ്ങനത്തെ സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ വിളിക്കാഞ്ഞത് അവളമാരെ. ഇനി ഞങ്ങൾ പുതിയ വീട് വെച്ച് കഴിയുമ്പോൾ അവളമാരെ വിളിക്കാം എന്ന് പറഞ്ഞിരിക്കണേ. ആണ്. അമ്മ ഇത്രയും സൂപ്പർ സ്റ്റാർ ആണല്ലോ, എന്താ പറയാനുള്ളത്? സ്കൂളിലൊക്കെ എന്താ പറയാ? സ്കൂളിലത്തെ ഫാൻസ് ആണ് അമ്മയെ കുറിച്ച്. അതാ ഞാൻ പറഞ്ഞ ചേച്ചി സൂപ്പർ സ്റ്റാർ ആണ്. ഇപ്പൊ മനസ്സിലായി സൂപ്പർ സ്റ്റാർ ആണ്. ടീച്ചർമാരും പിള്ളേരും ഒക്കെ അമ്മയുടെ ഫാൻസുകാര് ആണ്. പിന്നെ പിള്ളേരുടെ അമ്മമാരൊക്കെ. ഇവരെ ക്ലാസ് ടീച്ചറുണ്ട്, വയലറ്റ് ടീച്ചർ എന്ന് പറഞ്ഞാൽ കേട്ടോ. പുള്ളിക്കാരെ ഭയങ്കര സപ്പോർട്ടാണ്. കൊച്ചുങ്ങളുടെ ബർത്ത്ഡേക്ക് കേക്ക് കൊണ്ടു തരിക. കഴിഞ്ഞ ദിവസം ക്രിസ്മസിന് വൈനും കേക്കും കൊണ്ടു തന്നു. നമ്മളെ വിളിച്ചന്വേഷിക്കും, നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരും കേട്ടോ ടീച്ചർ. ആണ്. ഈ അമ്മ വീട്ടിൽ ഇതുപോലെ കോമഡി ആയിട്ടാണോ എല്ലാ കാര്യങ്ങളൊക്കെ പറയാറും ചെയ്യാറൊക്കെ ഉള്ളത്? എല്ലാം ഇതുപോലെ ആണ്. എന്നെ വിളിക്കുന്നവരും ചോദിക്കും, വിളിക്കുവേ എനിക്ക് നമ്പർ യൂട്യൂബിൽ ഇട്ടൊക്കെ ഒത്തിരി ആൾക്കാർ ജനങ്ങൾ വിളിക്കും. ആ വിളിക്കുന്ന സമയത്ത് അവരൊക്കെ സുധി ഇങ്ങനെ തന്നെയാണോ? അപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം എൻ്റെ വീഡിയോയുടെ അടിയിൽ ഒരു കമൻറ്റ് കണ്ടേക്കുന്നു, അയ്യോ ഈ പെണ്ണുമ്പോൾ ഭയങ്കര ജാടയാണ്, ഇവരോട് ആരാധന മുത്ത് ഞാൻ ഇവരെ ഒന്ന് വിളിച്ചു, ഇവർ ഉടനെ ബിസിയാന്ന് പറഞ്ഞിട്ട് പോയെന്ന്. പക്ഷെ എന്നെ വിളിച്ചവർക്ക് അറിയാൻ പറ്റും ഞാൻ ജാടയായിട്ട് സംസാരിച്ചു. ഞാൻ ഇന്നും ഒരാളത്തിന് ജാട കാണിക്കില്ല. എന്നോട് ഇങ്ങനെ ചോദിക്കും, അയ്യോ സുധിമോക്ക് സംസാരിക്കുന്ന ഓർത്തില്ല. കാരണം അവർ നമ്മളെ ഇഷ്ടമുള്ളതെന്നാണല്ലോ വിളിക്കുന്നത്. ഇല്ല അവർക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഞാൻ എല്ലായിടത്തും മാക്സിമം സംസാരിക്കാറുണ്ട്. പിന്നെ മഴയിൽ മനോരമയിൽ നിന്ന് പ്രോഗ്രാം ചെയ്യാൻ പോകുന്ന സമയത്ത് വിളിച്ചേക്കുന്ന കോളാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടാവും ബിസിയാണ്, അത്രേ ഉള്ളൂ. അല്ല ഞാൻ ഇപ്പോഴും ഈ പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോ എല്ലാരും തിരിച്ചറിയാറുണ്ട് ഭയങ്കരമായിട്ട്. വന്നിട്ട് എന്താ ചോദിക്കാറുള്ളത്? എന്റെ മോളെന്നാ വിളിക്കുന്നത്. സാധാരണ നമ്മളൊക്കെ മോഹൻലാലിനെ കാണുമ്പോൾ ഒരു അകൽച്ച വെച്ചേ നമ്മൾ കാണുകയുള്ളൂ. ഇതങ്ങനെയല്ല, നമ്മളെ വന്ന് കെട്ടിപ്പിടിക്കും. അയ്യോ എൻ്റെ പൊന്നു മോനെ നീ ഒന്ന് രക്ഷപ്പെട്ടാൽ മതി. അപ്പൊ അവരൊക്കെ കുടുംബത്തിലുള്ള ഒരാളുടെ ഫീല് എനിക്ക് തോന്നാറുണ്ട്. ഇപ്പം ചേട്ടൻ എന്താണ് ശരിക്കും കറന്റ്ലി ജോലി ചെയ്തോണ്ടിരിക്കുന്നതാണെന്ന് അറിയാം, എന്താണ് ചെയ്യണേ? ആണ്. ഇപ്പൊ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒത്തിരി പണികൾ ചെയ്തിട്ടുണ്ട്, ചെയ്യാത്ത പണികളൊന്നും ഇല്ലാന്ന്. ശരിക്കും ആ ഒരു അവസ്ഥയിലൂടെ കടന്നു വന്നതാണല്ലോ ഭാര്യ. അപ്പൊ എങ്ങനെയൊക്കെ ചേച്ചി ജോലിക്ക് പോകുമ്പം എന്താണ് ശരിക്കും തോന്നിയിട്ടുണ്ടായിരുന്നത്? ഞാൻ ജോലിക്ക് പോകണമെന്നൊക്കെ പറഞ്ഞില്ല, പക്ഷെ എന്നാലും പിന്നെ എന്റെ കഷ്ടപ്പാട് കണ്ടിട്ട് പുള്ളി പോകണം. അല്ലാണ്ട് ഞാനായിട്ട് പറഞ്ഞു വിട്ടിട്ടില്ല. വേണ്ട പണിക്ക് പോകണ്ടെന്ന് പറയും. അപ്പൊ ഞാനും കൂടെ ചെയ്താൽ അത്രയും കൂടി ആൾക്കാരുടെ മുന്നിൽ നമുക്ക് നിവർന്ന് നിൽക്കാമല്ലോ. ആദ്യം ഞങ്ങൾക്ക് റേഷൻ കാർഡില്ല.
അപ്പോൾ വിലയേറിയ മേടിക്കും. ആ അരിക്ക് വില ഉള്ള 200 അന്ന് ആ സമയത്തൊക്കെ 200 തോന്നല്ലേ ഒരു 5 കിലോ അരിക്ക്. അപ്പൊ ഈ സാധനം ഞങ്ങള് 4 പേരില്ലേ, പിന്നെ ആരെങ്കിലും വന്ന ചില അളിയനും ചിലപ്പോ അമ്മയൊക്കെ വരുമല്ലോ, അപ്പൊ ഈ 5 കിലോ എന്നുള്ളത് 8 കിലോ ആവും. അപ്പൊ അങ്ങനെ ഒരു ടൈറ്റൊക്കെ വരുമ്പോൾ പുള്ളിക്കാരത്തി അങ്ങനെ നോക്കിയപ്പോൾ എന്നെ കൊണ്ട് നടക്കാൻ പുള്ളിക്ക് തോന്നി. അപ്പം അങ്ങനെ പുള്ളി പോകാൻ തുടങ്ങിയത്. തെങ്ങ് കയറാൻ അതൊക്കെ ഞാൻ മടിപ്പിച്ച, ഞാൻ പാലയെ നിൽക്കുമ്പോഴാണ് തെങ്ങേറ്റം ഇയാൾ പോയി പഠിക്കണത്, എനിക്കറിയാൻ പോലെ. അപ്പൊ പെട്ടെന്ന് തന്നെ എന്നെ മിഷ്യൻ കിട്ടണ അവിടെന്ന എന്നെ വിളിച്ചു പറഞ്ഞ് അത്യാവശ്യം ഇവിടെ വന്നം ശനിയാഴ്ച ഒരു സ്ഥലം വരെ പോകണമെന്ന് പറയും. അങ്ങനെ ഞാൻ പേടിച്ചിട്ട് വന്നതാണ്. പിറ്റേ ദിവസം രാവിലെ കഞ്ഞിക്കുഴി പഞ്ചായത്തിലാണ് പോകേണ്ടത്. അവിടെ ചെല്ലുമ്പോഴാണ് ഇവളിങ്ങനെ പഠിക്കാൻ പോണ കാര്യം ഞാൻ അറിയാം. എന്നോട് പറയേണ്ട പോയി ഒരു സ്ഥലം വരെ പോകണുണ്ട് ഞാൻ എന്ന് പറഞ്ഞു. പക്ഷെ ഇതിനാണെന്ന് അറിയാൻ പോലെ അവിടെ ചെല്ലുമ്പോൾ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഞങ്ങൾക്ക് ആ മെഷീനും കിട്ടി, ഇൻഷുറൻസ് ഒക്കെ ഉണ്ടായിരുന്നു, മെഷീനും തന്നവര്. അങ്ങനെ പിന്നെ അവള് പിന്നെ ഇവിടെയൊക്കെ കയറാൻ തുടങ്ങി. ഇവിടെ പിന്നെ ഇഷ്ടംപോലെ തെങ്ങ് കയറുന്നുണ്ട്. ഇപ്പോഴും വിളിക്കേണ്ടത് തെങ്ങ് കയറാം. പക്ഷെ ഞാൻ എന്നെ വിളിക്കണം, എൻ്റെ ഫോണിനെ വിളിക്കുള്ളൂ. അപ്പൊ ഇല്ല ഇപ്പൊ പോണില്ലെന്ന് പറയും. അപ്പൊ ഒന്നും ജസ്റ്റ് ഒന്ന് വരാൻ പറയും. നമ്മൾ നടുവേലായിട്ടിരിക്കാൻ കയറ്റം നിർത്തിയെന്ന് പറയും. അന്നേരമൊക്കെ അങ്ങനെയുള്ള കേസൊക്കെ ആയിരുന്നു, അല്ലാണ്ട് ഞാനായിട്ട് പണിക്ക് വിട്ടിട്ടില്ല. ചേച്ചി ഇങ്ങനെ ഇതിനൊക്കെ ഉള്ള ഒരു പ്രചോദനം എന്താണ്? ശരിക്കും ഇങ്ങനത്തെ അവസ്ഥ കൊണ്ടാണ് ഇറങ്ങിയെന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും ശരിക്കും മക്കളോടാണ് എനിക്ക് പറയാനുള്ളത്. എന്ത് ജോലി ചെയ്തിട്ടും മക്കളെ നോക്കണം എന്നുള്ളൊരു വാശിയെ ഒരു വീട് നിൽക്കുക, എന്താ പറയാനുള്ളത്? എനിക്ക് ഇതായിരുന്നു മെയിൻ. ഞാൻ കാരണം ജീവിതം കളഞ്ഞൊരു മനുഷ്യനായിരുന്നു. ചിലപ്പോൾ എന്നെ കെട്ടാതെ അവർ പറഞ്ഞൊരു ബന്ധം കല്യാണം കഴിച്ച് പോയിരുന്നു, ചിലപ്പോൾ ചേട്ടായിക്ക് ഭാര്യയുടെ വീട്ടുകാരുണ്ടാവും, ഭാര്യ ഉണ്ടാവും, ചേട്ടായുടെ വീട്ടുകാരുണ്ടാകും. ചേട്ടാ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടേണ്ട ഒരിക്കലും പറഞ്ഞില്ല, അവരുണ്ടാകുമായിരുന്നു. പക്ഷേ അത് എതിർത്ത് ഒന്നുമില്ലായ്മയിൽ നിന്ന് എന്നെ കിട്ടിയത് കൊണ്ട് ഒത്തിരി കഷ്ടപ്പെട്ടൊരു മനുഷ്യനാണ്. അപ്പോൾ ആ മനുഷ്യൻ എല്ലാവരുടെ മുന്നിൽ തലയുയർത്ത് നിൽക്കണം എന്നൊരു ഇത്, അതാ എൻ്റെ ആണ്. ഇപ്പം പൊതുവെ ഉള്ളൊരു കാര്യമാണ് ജാതി, നിറം, പണം. ശരിക്കും പൈസ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മളെ കൂടെ ആൾക്കാരുണ്ടാവും. അങ്ങനെ അതൊരു വലിയൊരു സത്യമാണ്. അതിനെക്കുറിച്ച് ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? പൈസയാണ്, അല്ലാതെ നിറവും ഗുണമൊന്നും ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. നിറമൊന്നും അല്ല അവിടെ പ്രശ്നം. പൈസ ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ ആരുടെ മുന്നിലും വിലയുണ്ട്. ഇപ്പം ഏകദേശം ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്, ഒന്നുമില്ലായ്മയിൽ എനിക്ക് അങ്ങനെ വലിയ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. അന്നൊക്കെ നമ്മളെ പുച്ഛിച്ച് പറഞ്ഞവരൊക്കെ നമ്മളെ വിളിക്കുന്നു, പറയുന്നു, സംസാരിക്കുന്നു, ഭയങ്കരമായിട്ട് എന്തൊക്കെയോ ഉള്ളതായിട്ട്. അന്ന് സത്യം പറഞ്ഞാൽ ഒന്നുമില്ലായ്മ എനിക്കുണ്ടായിരുന്നത് രേഷേട്ടയുടെ 3 അപ്പച്ചിമാരുടെ മക്കളും എൻ്റെ അമ്മയും കൂടപ്പുറപ്പുകളും മാത്രമേ ഉള്ളായിരുന്നു, അല്ലാതെ ആരുമില്ലായിരുന്നു. ഇപ്പോൾ വരുന്നതൊക്കെ വരുന്ന ബന്ധങ്ങളാണ്, അല്ലാതെ വേറെ ഒന്നുമില്ല. എപ്പോഴെങ്കിലും ഈ അവഗണിച്ചിട്ടുണ്ടോ? ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം സ്വന്തം അതായത് ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ഒത്തിരി ഇത് കേട്ടിട്ടുണ്ട്. അവഗണിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ചേച്ചിക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാരണം പല കാര്യങ്ങളിലും കൊണ്ടും അത് ഒരുപാട് നേരിട്ട ഒരാളാണ്. ഇപ്പോഴും ചിരിച്ചോണ്ടിരിക്കുക എൻ്റെ മുന്നിൽ. എന്താ ചേച്ചി പറയാനുള്ളത്? ഇഷ്ടം പോലെ അവഗണിച്ച ആൾക്കാരോട് എന്താ പറയാനുള്ളത്? ഇഷ്ടം പോലെ ഒരു കാര്യമൊന്നുമില്ല. ചിലർ ഒത്തിരി കഴിഞ്ഞൊക്കെ പറഞ്ഞു പോയാൽ അവരൊക്കെ ശരിക്കും നീറും. കാരണം ലോകത്തിന് മുന്നിൽ അവർക്ക് വിലയില്ലാതായി അവഗണിച്ചിട്ടുണ്ട്. അവർക്കറിയാം, ഞാനിത് പറയുമ്പോൾ തന്നെ അവർക്കത് മനസ്സിലായിട്ടുണ്ടാവും എന്താണ്. ഒരു രതീഷിൻ്റെ ഭാര്യ എന്ന നിലയ്ക്ക് അവരെന്നെ ഇതാക്കിയിട്ടില്ല, അതെനിക്ക് 100% ഉറപ്പാണ്. അല്ലാതെ അവഗണന ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ അവഗണന അതാണ് ഞാനൊന്നിവിടെ നിൽക്കാൻ കാരണം. തീർച്ചയായിട്ടും. കാരണം അവരൊന്ന് അവഗണിച്ചുകൊണ്ടാണ് എനിക്ക് കുതിക്കണം എന്നുള്ളൊരു ലക്ഷ്യം ഉണ്ടായത്. എൻ്റെ ചേട്ടായിനെ കയറി കിടക്കാൻ ആരുടെയും കാൽച്ചോട്ടി വിടാതെ കയറി കിടക്കാൻ ഒരു വീട് വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അവരെന്നെ ചേർത്ത് നിർത്താതെ ഇങ്ങനൊന്നും വരത്തില്ല. അവരെന്നെ എത്ര വെറുത്തോ അത്ര അധികം ഞാൻ ലക്ഷ്യത്തിലൂടെ എത്താൻ എനിക്ക് പറ്റി തോന്നിയിട്ടുണ്ട്. ശരിക്കും അതിനൊരു കൂട്ട് നിൽക്കുന്ന 3 മക്കൾ, മീൻസ് 3 ആളെ നമ്മൾ കൺസിഡർ ചെയ്യാൻ പറ്റില്ല, കാരണം കുഞ്ഞതാണ് 3ാമത്തെ ആളെന്ന് പറയുന്നത്. 2 മക്കളുണ്ട്, ഒരു ഹസ്ബൻഡ് ഉണ്ട്. ഇനി ഇതിൽ കൂടുതൽ എന്താ ശരിക്കും വേണ്ടത്? മതി. ആണ്. ശരിക്കും മക്കള് രതീഷേട്ടൻ്റെ വീട്ടിലൊക്കെ പോവാറുണ്ടോ? ഇപ്പം അങ്ങനെ കുറച്ചായിട്ട് ഞങ്ങൾ പോകുമ്പോൾ ജസ്റ്റ് വീട്ടിൽ പോകാറുണ്ട് എന്നല്ലാതെ ഈ സുഖമില്ലാതായി പോകുന്നതിന് ശേഷം ആണ് ഞാൻ ഒട്ടും പോകാതായത്. കാരണം ഞാൻ സുഖമില്ലാതെ കിടന്ന് അത്ര അവസരം കിടന്ന് പോലും ആരൊന്ന് വിളിച്ച് തിരക്കാനും അന്വേഷിക്കാനും പോലും മനസ്സ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതല്ലാതെ വേറെ ആരും. പക്ഷേ അത് എനിക്ക് ഭയങ്കര വിഷമമായി. എത്ര ശത്രുക്കളാണേലും അവർ വീണ് കഴിഞ്ഞാൽ സന്തോഷം കൊണ്ടാണ് അവരൊന്ന് പോയി കാണണം എന്നാണ് എൻ്റെ ആഗ്രഹം, ആൾക്കാരെ കാണിക്കാനെങ്കിലും. അതിനുശേഷം ഞാനങ്ങനെ
അടുത്ത് പോകാം. ഇല്ല. ഇനി ഫ്യൂച്ചർ പ്ലാനിലേക്ക് ചോദിക്കുകയാണെങ്കിൽ ഇനി എന്താ, ഒരു വീടുണ്ട്, മക്കൾക്ക് 2 കമ്മല് മേടിച്ചു കൊടുത്തു, ഇനി എന്താണ് ഫ്യൂച്ചറിൽ വീട് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം ഫസ്റ്റ് അതാണ് എൻ്റെ ആഗ്രഹം. പിന്നെ ചേട്ടായിക്ക് ആഗ്രഹമുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ സഹായിച്ചു കൊടുക്കണം. ചേട്ടായിയുടെ ആഗ്രഹം ഇവന്മാർക്കൊരു മാല മേടിക്കണം. കല്യാണം ചേട്ടായി വേറൊരു സാധനം ഒത്തിരി കേട്ടിട്ടുണ്ട്. കല്യാണം കഴിക്കണമായിരുന്നില്ല, ഞങ്ങൾ പറഞ്ഞ കേട്ട് കിട്ടിയിരുന്നെങ്കിൽ നിനക്ക് സ്വർണ്ണമാലയൊക്കെ, ചേട്ടായിക്ക് മാത്രമുള്ള സ്വർണ്ണമാല ഇല്ലാത്ത വീട്ടിൽ ഇട്ടുകൊണ്ട് നടക്കായിരുന്നു എന്ന് പറയുമായിരുന്നു. അതിൻ്റെ കുറച്ച് ആഗ്രഹം ഉണ്ട്. കാരണം എൻ്റെ വീട്ടുകാർക്കാരുടെ നിർവൃത്തിയൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് നടന്നില്ല. ഫസ്റ്റ് അത്. പിന്നെ ഓരോന്നോരോ പടികളായിട്ട് എനിക്ക് എല്ലാവരുടെയും മുന്നിൽ ജീവിക്കണം, അതാണ് എൻ്റെ ആഗ്രഹം. ഓരോന്ന് അത്യാവശ്യം നല്ല രീതിക്ക്. പുറത്തുനിന്ന് സപ്പോർട്ടൊക്കെ ഉണ്ടോ? എന്തൊക്കെയാ പറയാറുള്ളത് വിളിക്കുമ്പം? ഈ ആരാധകരുണ്ടാവുമല്ലോ ഇഷ്ടം പോലെ. എന്താ അവർ വീട് വയ്ക്കാനൊക്കെ അവർ സഹായിച്ചിട്ടുണ്ടായിരുന്നോ? ഇഷ്ടം പോലെ. കുറെ ആൾക്കാർ, ഞാൻ 6 ലക്ഷം രൂപ എനിക്ക് പിരിഞ്ഞു കിട്ടി. ആൾക്കാർ 100 രൂപ, 500 രൂപ, 5000 ഒക്കെ ഇട്ട ആൾക്കാരുണ്ട്, 10000 ഇട്ട ആൾക്കാരുണ്ട്. ഒരാള്. പിന്നെ എൻ്റെ ആ വാഷിംഗ് മെഷീനൊക്കെ ലൂസി എന്ന് പറയുന്ന ഹാൻഡി മേടിച്ചത്. അതുപോലെ പറയാ, നീ എനിക്ക് ഏറ്റവും കൂടുതൽ ഗിഫ്റ്റും സപ്പോർട്ടും മിണ്ടുമ്പോൾ കാശിട്ട്, ഞാൻ എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ 10 വർഷം എന്തെങ്കിലും പറഞ്ഞു പോകണമായിരിക്കും, പക്ഷെ അത് പിറ്റേ ദിവസം എൻ്റെ വീട്ടിൽ വരും. അങ്ങനെ ഒരാളുണ്ട്, ചങ്ങനാശ്ശേരി നീതു എന്ന് പറയുന്ന ഒരാൾ. ഞാൻ മിണ്ടിയില്ലേലും പുറത്ത് പോണ അവരിങ്ങനെ പൈസ ഇട്ടിട്ട് പറയും, സുധി കൊച്ചിക്ക് അത് മേടിച്ചു കൊടുക്ക്, ഇത് മേടിച്ചു കൊടുക്ക്, അങ്ങനെ ഒത്തിരി. ആ വ്യക്തിനെ ഡ്രസ്സ് എല്ലാ സാധനം അങ്ങനെ ഒത്തിരി ഹെൽപ്പ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഹെൽപ്പ് വേണ്ട എന്ന് പറഞ്ഞ എപ്പോഴാന്ന് വെച്ചാൽ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. ഒന്നുമില്ലാതിരുന്ന സമയത്ത് എനിക്ക് ധൈര്യമായിട്ട് പുറത്തിറങ്ങാം, ഒന്നുമില്ല ഹോട്ടലിൽ പോയി ഒരു ബിരിയാണി മേടിച്ച് തിന്നാം, അല്ലെങ്കിൽ ഒരു നല്ല ഡ്രസ്സ് ഇടാം. പക്ഷെ പിന്നീടായപ്പോൾ എനിക്ക് ഇതിനൊന്നും പറ്റണില്ല. അങ്ങനെ എന്തെങ്കിലും ഒന്ന്, ഇപ്പം കൊച്ചിക്ക് വണ്ടർല പോകണത് ഭയങ്കര കൊതിയായിരുന്നു. ഞാൻ വണ്ടർല കൊണ്ടുപോയി, അവള് നാട്ടുകാരെ എല്ലാം പിരിച്ചിട്ട് ആ കാശും കൊണ്ട് അടിച്ചു പൊളിച്ച് നടക്കണം. ആ ഒരു പേരെനിക്ക് എൻ്റെ കമൻസിൽ വരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, അത്യാവശ്യം 6 ലക്ഷം രൂപയൊക്കെ എനിക്ക് കിട്ടി, ബാക്കി ഇനി നമുക്ക് ബമ്പർശ്ശേരി പോകാം, അല്ലെങ്കിൽ യൂട്യൂബിന് പേയ്മെൻറ്റ് കൂട്ടി വെക്കാം, അല്ലെങ്കിൽ ഒരു ലോൺ എടുക്കാം. ഇപ്പം ഞാൻ ലോൺ എടുക്കുക, അപ്പോൾ ആ ലോൺ എടുക്കാം. അപ്പോൾ അതൊക്കെ എടുത്താണ് നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ചിന്തിച്ചപ്പോൾ വേറെ എന്നെക്കാളും ഗതി കെട്ടത്, ഇപ്പം ഞാൻ സെറ്റായി. ഒരു വാടക വീടാണെങ്കിൽ വാടക വീട്ടിലായി, എനിക്ക് 3 നേരം കഴിക്കാനുള്ള ഡ്രസ്സായി, എനിക്ക് 3 നേരം കഴിക്കാനുള്ള ഫുഡായി, ഫുഡായി, എന്നുവിടാൻ ഡ്രസ്സായി, ഒരുമാതിരി നമ്മളൊന്ന് ഇതായി. അപ്പോൾ എന്നെക്കാളും ഗതി കെട്ട് എന്നെപ്പോലെ കിടന്ന ഇപ്പോൾ ഞാൻ വലിയ കാശുകാരിയാണെന്നല്ല ഞാൻ പറയുന്നത്, ആ ഷെഡിൽ നിന്നൊന്നും മാറി നമ്മളൊന്ന് ഇതായി. വീടായി. അതിനകത്ത് ഉറപ്പില്ലല്ലേ, ഒരാൾ വന്നിങ്ങനെ തള്ളി എല്ലാം കൂടി പറഞ്ഞ അത് അങ്ങനെ ആയിപ്പോ. പിന്നെ നമ്മൾ ആരിൽ നിന്നും പൈസ മേടിച്ചാൽ അത് ദൈവം പോലും നമ്മൾ കൊടുക്കട്ടെ. അതുകൊണ്ട് ഞാനൊരു വീഡിയോ ഇട്ടു, എന്നെ ഞാനും സഹായിക്കണ്ട. ഞാനപ്പോൾ സഹായിക്കണം എന്ന് പറഞ്ഞിട്ട വീഡിയോയുടെ അടിയിൽ ചെന്ന് ഗൂഗിൾ പേ നമ്പരും അക്കൗണ്ട് നമ്പറും എല്ലാം മാറ്റി, എൻ്റെ കമൻറ്റ് സെക്ഷനിൽ നിന്നും മുകളിൽ കിടന്ന യൂട്യൂബിൽ കൊടുത്തേക്കുന്ന എല്ലായിടത്തുനിന്നും എൻ്റെ അക്കൗണ്ട് നമ്പരും ഗൂഗിൾ പേ നമ്പരും എല്ലാം മാറ്റി, ഇങ്ങനെ ആരും സഹായിക്കണം, എന്നെപ്പോലെ ഗതികെട്ട് കിടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ സഹായിച്ചോളാം ഞാൻ വീഡിയോ ഇട്ടു. ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം സ്വന്തമായിട്ടൊരു വീട് വെച്ച് കഴിഞ്ഞാൽ അതിൽ മഴവില്ല് എന്നൊരു പേരിടണം എന്നുള്ളൊരു ആഗ്രഹം സുധി ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും സ്വന്തമായിട്ട് തിരഞ്ഞെടുത്തൊരു പേരാണോ അത്? എനിക്ക് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, ഇങ്ങനെ ഇടണമെന്നായിരുന്നു ഓർത്തത്. മഴവിൽ ബമ്പർശ്ശേരി വീടിൻ്റെ ഐശ്വര്യം ഇടണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അങ്ങനെ ഇരിക്കാതെ തിരുവനന്തപുരത്തു നിന്ന് ഒരു അമൽ എന്ന് പറഞ്ഞൊരു കൊച്ചെന്നെ എപ്പോഴും സ്ഥിരമായി വിളിക്കും കേട്ടോ, എൻ്റെ വലിയൊരാളാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, ചേച്ചി വീടിന് മഴവില്ലെന്ന് പേരിടുന്നതായിരിക്കും ചേച്ചി നല്ലതെന്ന് അവനൊരു അഭിപ്രായം പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി അതാണ് നല്ലത്. അത് മാത്രമല്ല അവരാണ് നമ്മൾ രക്ഷിച്ചത്. അതെ, ഞാൻ അവിടെ വരുമ്പോൾ അരൂരി ചെല്ലുമ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞത് സുധിയുടെ കുടുംബ വീടെന്ന്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ കുടുംബ വീടാണ് ഞാൻ മഴവിലിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ഇൻ്റർവ്യൂ കൊടുക്കായിരുന്നു ആർക്കും. കാരണം എനിക്ക് സങ്കടം പറയാനും എൻ്റെ സന്തോഷം പറയാനും സങ്കടം പറയാനും കേൾക്കുന്ന എൻ്റെ കുടുംബമായിട്ടാണ് ഞാൻ മഴവിലിനെ കാണുന്നത്. മഴവില് എന്താണോ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് മഴവിൽ മനോരമ എന്ന് പറഞ്ഞാൽ എനിക്ക് മറക്കാൻ പറ്റത്തില്ല. അത് മരണം വരെ എൻ്റെ ശവം എന്ന് മണ്ണിൽ വെക്കുന്നു അന്ന് വരെ അവരോട് എനിക്ക് ഭയങ്കര കൂറും കിടപ്പാണ്. ഞാനാക്കിയത് അവളെ. അന്ന് വേണമെങ്കിൽ രഞ്ജി സാറ് ശരിയാവില്ല, സുധി സാരമില്ല പോട്ടെ, ശരിയാവില്ല എന്ന് ആ മനുഷ്യനൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാനൊന്നും ഇവിടെ ഇരിക്കത്തില്ല. അപ്പോൾ രഞ്ജി സാറിനോട് എനിക്ക് നന്ദിയുണ്ട്. അവിടെ ഒരു ചിരി ബമ്പർച്ചിരി ടീമിനോട് എന്നും എൻ്റെ കടപ്പാടും സ്നേഹവും നന്ദിയുണ്ട്.
അപ്പം പുതിയ വീട് വെച്ച് പുതിയ പുതിയ ഉയരങ്ങളിലേക്ക് എത്തി അടിപൊളിയായിട്ട് മക്കളുടെ വിദ്യാഭ്യാസമൊക്കെ അങ്ങനെ അങ്ങനെ തന്നെ കൊണ്ടുപോകട്ടെ. പുതിയ വീട് വെക്കുമ്പോഴും നമ്മൾ ആ വിശേഷം തിരക്കി ഞങ്ങളും വരും, ഞാനും വരും, എനിക്കും കാണണം ആ സക്സസ് ആയിട്ടുള്ള സുധിമോളെ. അപ്പം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു. ഓക്കെ.